കേരളത്തിനെ മൺസൂണിൻ്റെ കവാടമെന്നാണ് പറയുന്നത്. മൺസൂൺ കരതൊടുന്നത് ആദ്യം കേരളത്തിലായതുകൊണ്ട് ക്ലൈമാറ്റ് ചേഞ്ചിൻ്റെ വിക്റ്റിമായിട്ട് വരിക എന്ന് പറയുന്നത് കേരളത്തിനാണ്. ലോകത്തുള്ള എല്ലാ നദികൾക്കും പ്രളയമുണ്ടാകുകയാണെങ്കിൽ ആ പ്രളയജലം കടന്നു കയറാനായിട്ട് അതിൻ്റെ രണ്ട് ഇരുകരകളിലും സമതലങ്ങൾ പോലെ എക്സ്റ്റൻസീവായിട്ടുള്ള പ്രദേശങ്ങൾ കാണാം. അതിന് ഫ്ലഡ് പ്ലെയിൻസ് എന്നാണ് പറയുന്നത്. 100% ക്ലിയർ ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള കാലാവസ്ഥ പ്രിഡിക്ഷൻസ് പലപ്പോഴും അസാധ്യമാണ്. അപ്പോൾ ആ 2018 പ്രളയത്തിൽ നിന്ന് നമുക്ക് എന്ത് പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴും ദുരന്തത്തിന് മുന്നിലുള്ള സമയം നമ്മൾ വേണ്ട വിധം പ്രിപ്പയർഡ് അല്ല എന്നാണ് ഈ ദുരന്തത്തിൻ്റെ കഷ്ടനഷ്ടങ്ങൾ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ടെക്നോളജിയെ സമാസമം ഇൻ്റർവ്യൂ ചെയ്തിട്ട് എങ്ങനെ ആ പ്രളയജലത്തിന് മുകളിൽ നമുക്ക് ജീവിക്കാൻ പറ്റും, അതിനുള്ള കെട്ടിടങ്ങൾ അവിടെ ഉണ്ടാക്കാനുള്ള ഇനിയെങ്കിലും ഉണ്ടാകുന്നതിൽ. ഇനി അങ്ങനെ അല്ലാത്ത സ്ഥലങ്ങളിൽ ആൾക്കാരെ നമ്മൾ ഒരു ചെറിയ ഷോർട്ട് പീരീഡിലേക്ക് മാറ്റി താമസിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. 18 നദികളുടെ സാൻഡ് ഓഡിറ്റ് നടത്തിയിട്ട് 27 ലക്ഷം ടൺ മണൽ ഇവിടെ നിന്ന് വാരാം, ഊറ്റിയെടുക്കാൻ പറ്റും എന്നൊരു കണക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രളയം കൊണ്ടുണ്ടായ ചില പ്രത്യേക പ്രശ്നങ്ങൾ കൊണ്ടുണ്ടായ ബ്ലോക്കുകളോ ചപ്പുചവറുകളോ ഒക്കെ മാറ്റിയെടുക്കാം. പക്ഷേ മണലെടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ആലോചിച്ചുറച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഗുണങ്ങളെക്കാൾ ഒരുപാട് ദോഷങ്ങളായിരിക്കും നമുക്കുണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ 2018 പ്രളയത്തിൻ്റെ ഒരു ഗുണവശം എന്ന് പറയുന്നത് ഡാമുകളുടെ മാനേജ്മെൻറ്റ് ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. എന്നാലും എൻജിനീയറിംഗ് സ്ട്രക്ചേഴ്സിന് ഒരു പ്രായമുണ്ട്. ആ പ്രായം എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് മുല്ലപ്പെരിയാറൊക്കെ തന്നെ ആ പ്രായം കവിഞ്ഞിരിക്കുന്നൊരു കാലഘട്ടമാണ്. ഓരോ മഴക്കാലവും ഇന്ന് ആശങ്കയുടെ നാളുകൾ കൂടിയാണ് മലയാളികൾക്ക്. നമ്മുടെ നാട്ടിൻ്റെ കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ച് പ്രശസ്ത ഭൗമശാസ്ത്രജ്ഞൻ ഡോക്ടർ പത്മലാൽ സംസാരിക്കുന്നു. ഓരോ മഴക്കാലം ഇന്ന് നമുക്ക് ആശങ്കയുടെ ഒരു നാളുകളായിട്ട് മാറുകയാണ്. എന്ന് മുതലാണ് ഈ മാറ്റം ഉണ്ടാകുന്നത്? എന്താണ് ഇതിൻ്റെ ഒരു ശാസ്ത്രീയ വശം? കേരളത്തിൻ്റെ ഒരു സ്ഥാനം, അതിൻ്റെ ലൊക്കേഷൻ, ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി വളരെ പ്രത്യേകതകളുള്ളതാണ്. അതുപോലെ കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ ഉയർച്ച താഴ്ചകൾ, മാറ്റങ്ങൾ വളരെ പ്രത്യേകതകളുള്ളതാണ്. അതുപോലെ തന്നെയാണ് കേരളത്തിൽ കഴിഞ്ഞ 70കൾക്ക് ശേഷമുള്ള ഈ ഗൾഫ് കുടിയേറ്റത്തിന് ശേഷവും 1991 ശേഷമുള്ള ഈ ഗ്ലോബലൈസേഷന് ശേഷമുള്ള മനുഷ്യൻ്റെ ഇടപെടലുകൾ, വർദ്ധിച്ചു വരുന്ന മനുഷ്യൻ്റെ ഇടപെടലുകൾ, പ്രകൃതിയിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഇതിനെല്ലാം ഈ നമുക്കിവിടെ ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാണ്. ഞാനിതിൽ ആദ്യത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് കേരളത്തിൻ്റെ ആ ഒരു ലൊക്കേഷൻ്റെ, അത് കേരളത്തിൻ്റെ ലൊക്കേഷൻ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഇന്ത്യയുടെ ലൊക്കേഷൻ എന്ന് നോക്കുന്നതാണ് നല്ലത്. നമുക്ക് മൺസൂൺ മഴ പെയ്യുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. ഇന്ത്യ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ചൈനയുടെ കുറേ ഭാഗങ്ങൾ, ബർമയുടെ കുറേ ഭാഗങ്ങൾ, മ്യാൻമാറിൻ്റെ ഭാഗങ്ങൾ, അതുപോലെ തന്നെ ഇന്തോനേഷ്യയുടെ കുറേ ഭാഗങ്ങൾ, ശ്രീലങ്ക, അതിൽ സെൻറ്റർ ഭാഗത്ത് നമ്മൾ ഇന്ത്യയും വരുന്നു. ഇത്രയും സ്ഥലങ്ങളാണ് മൺസൂൺ മഴ പെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്, മേഖല എന്ന് പറയുന്നത്. അതിനെ മൺസൂൺ ഡൊമൈൻ എന്ന് പറയും നമ്മൾ. ഈ മൺസൂൺ ഡൊമൈൻ്റെ കേന്ദ്രത്തിലാണ്, കോറിലാണ് ഇന്ത്യയുടെ സ്ഥാനം. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ എക്കണോമിക്സ്, ഇന്ത്യയുടെ സാമ്പത്തികം, ഇന്ത്യയുടെ ജീവിതം, അപ്പോൾ സാമ്പത്തികം എന്ന് പറയുന്നപ്പോൾ അവരുടെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സ് ഡെവലപ്മെൻറ്റ്സ് ആകാം, ജലത്തിൻ്റെ സമ്പത്താകാം, കൃഷി, അഗ്രികൾച്ചറൽ ഏരിയ, ഇതെല്ലാം ഈ മൺസൂണുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. മൺസൂണാണ് ഇവിടുത്തെ സാമ്പത്തികം തരുന്നത്, സമ്പത്ത് തരുന്നത്. ഈ മൺസൂൺ എന്ന് പറയുന്ന ഈ മൺസൂൺ ഡൊമൈനിൽ അതിൻ്റെ കോറിൽ നിൽക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്ത് ഈ മൺസൂൺ ലോകത്തിലെ ക്ലൈമാറ്റ് ഫോഴ്സിങ്സ് ഉണ്ട്. അപ്പോൾ അത് എൽനിനോ, ലാനിനോ, ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ, ഇൻഡോട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ, ഇതുപോലുള്ള ഗ്ലോബൽ ക്ലൈമാറ്റ് നിശ്ചയിക്കുന്ന കുറേ ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങളുമായിട്ട് മൺസൂൺ ടെലി കണക്റ്റഡാണ്. അതിനൊരു പൊക്കിൾ കൊടി ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഈ ക്ലൈമാറ്റ് ഫോഴ്സിങ് മാറുമ്പോൾ ഇന്ത്യയിലെ ക്ലൈമാറ്റും അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. മൺസൂണുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ക്ലൈമാറ്റ് വരുന്നത്. ആ ക്ലൈമാറ്റും മാറിക്കൊണ്ടിരിക്കും. ഇനി കേരളത്തിൻ്റെ പൊസിഷനാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കേരളം എന്ന് പറയുന്നത് ഈ മൺസൂൺ മഴമേഘങ്ങൾ അത് ലാൻഡിലേക്ക് ആദ്യം കര തൊടുന്നത് ഈ കേരളത്തിലാണ്. അതുകൊണ്ട് തന്നെ
കേരളത്തിനെ മൺസൂണിൻ്റെ കവാടമെന്നാണ് പറയുന്നത്. ഗേറ്റ് ടു എ ഇന്ത്യൻ സമ്മർ മൺസൂൺ. അപ്പോൾ മൺസൂൺ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഗ്ലോബൽ ക്ലൈമാറ്റ് ഫോഴ്സിങ്സുമായിട്ട് ബന്ധപ്പെട്ട് കണക്റ്റഡാണ്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ ക്ലൈമാറ്റ് ചേഞ്ചിലെ ഓരോ ചലനവും ഇന്ത്യയിലെ മൺസൂണിൻ്റെ അവസ്ഥയെ, അതിൻ്റെ സ്ഥിതിയെ ബാധിക്കും. അപ്പോൾ മൺസൂൺ കരതൊടുന്നത് ആദ്യം കേരളത്തിലായതുകൊണ്ട് ക്ലൈമാറ്റ് ചേഞ്ചിൻ്റെ ആദ്യത്തെ അതിൻ്റെ ഒരു വിക്റ്റിമായിട്ട് വരിക എന്ന് പറയുന്നത് കേരളത്തിനാണ്. കേരളത്തിലെ ധനവും സമ്പത്തും സൗഭാഗ്യങ്ങളും ഉണ്ടാക്കി തരുന്നത് മൺസൂൺ തന്നെയാണ്. എന്നാൽ ഈ ക്ലൈമാറ്റ് ചേഞ്ചിൻ്റെ കാലഘട്ടത്തിൽ കേരളത്തിൽ ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനും ഈ മൺസൂൺ മഴയ്ക്ക് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ആ കേരളത്തിൻ്റെ ലൊക്കേഷൻ. രണ്ടാമത്തെ കാര്യം കേരളത്തിൻ്റെ ഭൂപ്രകൃതിയാണ്. കേരളത്തിൻ്റെ ഭൂപ്രകൃതി എന്ന് പറഞ്ഞാൽ കേരളം ഒരു നെടുനീളത്തിലുള്ള ഒരു സംസ്ഥാനമല്ലേ കേരളം എന്ന് പറയുന്നത്. ഏകദേശം ആവറേജ് വീതി ഒരു 40 കിലോമീറ്ററോളം വരാമായിരിക്കും. മാക്സിമം വീതി എറണാകുളത്ത് 125 കിലോമീറ്റർ വീതി മാക്സിമം എറണാകുളം ഭാഗത്ത്, തൃശ്ശൂർ ഭാഗത്ത് ഉണ്ടാകുമായിരിക്കും. അപ്പോൾ ഈ പറയുന്ന കടൽ ഏകദേശം മൗണ്ടനുമായിട്ട്, ടവറിംഗ് ആയിട്ടുള്ള വെസ്റ്റേൺ ഗട്ട്സുമായിട്ട് ഏകദേശം ഇങ്ങനെ അടുത്ത് കിടക്കുകയും ഈ മലനാടും തീരപ്രദേശവും തമ്മിലൊരു ചെറിയൊരു ഇടനാട് മാത്രം കാണുകയാണ്. അപ്പോൾ ആ ഇടനാട്ടിലാണ് നമ്മുടെ ജനവാസയോഗ്യമായിട്ടുള്ള സ്ഥലങ്ങളുള്ളത്. അപ്പോൾ മൺസൂൺ വിൻസ് കരയിലേക്ക്, ഞാൻ പറഞ്ഞല്ലോ ഗേറ്റ് ടു എ ഇന്ത്യൻ സമ്മർ മൺസൂൺ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കരയിലേക്ക് കടക്കുകയാണെങ്കിൽ അത് എത്രയും വേഗം തന്നെ അത് ഈ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ അടിവാരങ്ങളിലെത്തുകയും അവിടെ നിന്ന് അപ്ഡ്രാഫ്റ്റ് മൂലം അത് മുകളിലേക്ക് കടന്നിട്ട് അവിടെ അത് കണ്ടൻസ് ചെയ്ത് അത് മഴയായിട്ട് പെയ്തു കഴിഞ്ഞാൽ ആ മഴ ജലത്തെ തിരിച്ച് കടലിലേക്ക് കൊണ്ടുവരാനായിട്ട് കേരളത്തിൽ വിലങ്ങനെയായിട്ട് കിഴക്ക് പടിഞ്ഞാറായിട്ട് ഒരുപാട് 44 നദികളുണ്ട്. അപ്പോൾ അവിടെ പെയ്യുന്ന ഈ മഴ വെള്ളത്തെ ഈ 44 നദികളിലൂടെ, അതിൽ 41 നദികൾ പടിഞ്ഞാറോട്ടും 3 നദികൾ കിഴക്കോട്ട് കാവേരിയുടെ കൈവഴികളാണ്. അപ്പോൾ ഈ 41 നദികളിലൂടെ ഇത് നമ്മുടെ അറബിക്കടലിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. പക്ഷേ നമ്മൾ ടെറൈൻ ഗ്രേഡിയൻറ്റ് 2000 മീറ്റർ ഉയരത്തുനിന്ന് നമുക്ക് ഏകദേശം മീൻ സീ ലെവലിലേക്ക് എത്തുന്നതിന് ഒരു 40-45 അല്ലെങ്കിൽ ഒരു 50-60 കിലോമീറ്റർ അകലത്തിൽ വെച്ച് തന്നെ ഈ 2000 കിലോമീറ്ററിൽ നിന്ന് ഇത് നേരെ നമ്മുടെ മീൻ സീ ലെവലിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് തന്നെ വെള്ളം പെട്ടെന്ന് തന്നെ ഇത് താഴോട്ട് നമ്മൾ കടലിലേക്ക്, തീരത്തേക്ക് എത്തിച്ചേരും. ഒരു 2-3 ദിവസത്തിനകത്ത് തന്നെ ഇപ്പോൾ മലയിൽ പെയ്യുന്ന മഴ കടലിലേക്ക് എത്തിച്ചേരാം. പക്ഷേ ഈ കടലിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, കടൽ ഇത്രയും വെള്ളത്തെ ഒരുമിച്ച് അത് സ്വീകരിക്കില്ല. അതിനൊരു താളമുണ്ട്, അതിനൊരു വേലിയേറ്റം വേലിയിറക്കം എന്ന് പറയുന്ന രീതിയിൽ. വേലിയിറക്ക സമയത്താണ് ഈ ജലമെല്ലാം അത് സ്വീകരിക്കുക എന്ന് പറയുന്നത്. വേലിയേറ്റ സമയത്ത് അത് സ്വീകരിക്കത്തില്ല. അപ്പോൾ അതൊരു നിശ്ചിത ക്വാണ്ടിറ്റി, ഒരു വേലിയേറ്റവും വേലിയിറക്കവുമായിട്ട് നമ്മുടെ 6 മണിക്കൂറിൻ്റെ വ്യത്യാസമാണുള്ളത്. 2 വേലിയിറക്കങ്ങൾ തങ്ങളിൽ 12 മണിക്കൂറിൻ്റെ വ്യത്യാസം. അപ്പോൾ വേലിയിറക്ക സമയത്ത് മാത്രമേ ജലം അത് സ്വീകരിക്കത്തുള്ളൂ. അപ്പോൾ ആ സ്വീകരിക്കുന്ന ജലമെന്ന് പറയുന്നത് ഒരു നിശ്ചിത ക്വാണ്ടിറ്റി ആയിരിക്കും. ഈ പ്രളയമഴ സമയത്തിരിക്കുന്ന എല്ലാ ജലവും ഒരുമിച്ച് അത് സ്വീകരിക്കത്തില്ല. അപ്പോൾ അത് നിലനിൽക്കാനായിട്ട് പ്രകൃതി തന്നെ, കേരളത്തിൻ്റെ പ്രകൃതി തന്നെ ഒരുപാട് സംവിധാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു നദി തുടങ്ങി അതൊഴുകി കടലിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇടത്താവളങ്ങൾ കാണാം. അപ്പോൾ പമ്പയുടെ കാര്യം എടുത്തു നോക്കണമെങ്കിൽ അതിൽ റാന്നി എന്ന് പറയുന്ന ഒരു ഇടത്താവളമാണ്. അതുപോലെ തന്നെ ആറന്മുള എന്ന് പറയുന്ന മറ്റൊരു ഇടത്താവളമാണ്. അതുപോലെ തിരുവല്ല, ചെങ്ങന്നൂർ ഭാഗങ്ങൾ ഇടത്താവളങ്ങളാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഇടത്താവളം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ കടൽ തീരത്തുള്ള കുട്ടനാടൻ ഏരിയകളാണ്, കായലുകളാണ്. ഇത് കേരളത്തിലുടനീളം കിടപ്പുണ്ട്. ഒരുപാട് തണ്ണീർത്തടങ്ങൾ ഇടത്താവളങ്ങളായിട്ടും അതുപോലെ തന്നെ ഒരുപാട് കായലുകളും കിടപ്പുണ്ട്. അപ്പോൾ ഈ തണ്ണീർത്തടങ്ങളിലും കായലുകളിലും വെള്ളം നിറഞ്ഞിട്ട് അതാണ് കുറേ ഒരു പതിയെ കടലിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് നമുക്കറിയാമല്ലോ, ഈ ഗൾഫ് കുടിയേറ്റത്തിന് ശേഷവും ഗ്ലോബലൈസേഷന് ശേഷവും നമ്മൾ ഒരുപാട് തണ്ണീർത്തടങ്ങൾ നികത്തിയിട്ടുണ്ട്, ഒരുപാട് കായലുകൾ നികത്തിയിട്ടുണ്ട്, ഒരുപാട് നദികൾ കയ്യേറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റേതായിട്ടുള്ള പ്രകൃതി കനിഞ്ഞ് നൽകിയിട്ടുള്ള ഇടത്താവളങ്ങളൊക്കെ മനുഷ്യൻ്റെ ഇടപെടൽ മൂലം അതിലൊരുപാട് ആഘാതങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് നികത്തിയിട്ടുണ്ട്. ഒരു നദി എടുക്കുകയാണെങ്കിൽ, ഒരു നദി എന്ന് പറയുന്നത് അത് മലമുകളിൽ നിന്ന് കടലിലേക്ക് എത്തുകയാണെങ്കിൽ ആദ്യം അത് ഒഴുകുന്നത് ഒരു വി പോലുള്ള ഒരു ചാനലിലൂടെ ആയിരിക്കും. മലമുകളിൽ നമ്മൾ വി പോലുള്ള ഷേപ്പിലുള്ള ഒരു ചാനലിലൂടെ ആയിരിക്കും മലമുകളിൽ നിന്ന് നദി ഒഴുകുക. അതേസമയം അത് ഇടനാട്ടിലേക്ക് എത്തുമ്പോൾ ആ വിക്ക് പകരം അത് യു പോലെ ആയി വരും, അതിൻ്റെ ചാനൽ യു പോലെ ആയിട്ട് വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കടൽ തീരത്തിലേക്ക് അടുത്ത് വരുമ്പോൾ ഒരുപാട് യു പോലെ, ബ്രോഡ് യു പോലെ ആയിട്ട് വരും. എന്ന് വെച്ചാൽ ഇടനാട്ടിനും തീരപ്രദേശത്തും വരുമ്പോൾ നദിയുടെ ചാനൽ
രണ്ട് കരകളിലും അതിന് ഫ്ലഡ് പ്ലെയിൻസ് ഉണ്ടാകും ഏകദേശം. എന്നുവെച്ചാൽ ഈ ഫ്ലഡ് വാട്ടർ വന്ന് നിറഞ്ഞു നിൽക്കാനായിട്ടുള്ള ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് പോലുള്ള സമതല പ്രദേശങ്ങൾ പോലെ ഈ നദിയുടെ രണ്ട് കരകളിലും ഉണ്ടാകും. ആ രണ്ട് കരകളിലുമുള്ള സമതല പ്രദേശങ്ങളിലാണ് ഈ ഫ്ലഡ് വാട്ടർ വന്ന് നിറയേണ്ടത്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഒരു നദി എന്ന് പറയുന്ന ഒരു ആവാസ വ്യവസ്ഥയാണല്ലോ. നദിയുടെ സ്വഭാവം നിർണ്ണയിക്കുന്നത് രണ്ട് ഘടകങ്ങളാണ്. ഒന്ന്, നദി ഒരു കണ്ടിന്യൂമാണ്. മലമുകളിൽ നിന്ന് തുടങ്ങി കടലിലേക്ക് എത്തുന്നത് വരെ നദി അതൊരു തുടർച്ചയാണ്. ജലത്തിൻ്റെ തുടർച്ചയും ജീവജാലങ്ങളുടെ തുടർച്ചയും ഊർജത്തിൻ്റെ തുടർച്ചയൊക്കെയുമായിട്ട് വരുന്നതാണ്. അതിനെ നമുക്ക് ഇടയ്ക്ക് വെച്ച് മുറിക്കാനോ അതിൽ ഇടപെടാനോ നമുക്ക് സാധ്യമല്ല. കാര്യം നദിക്കത് വിട്ടുകൊടുത്തേക്കണം. അതുപോലെ തന്നെ നദി പ്രളയമെത്തുമ്പോൾ അതിൻ്റെ ഫ്ലഡ് വാട്ടർ രണ്ട് കരകളിലേക്കും കവിഞ്ഞൊഴുകണം. അതാണ് രണ്ടാമത്തെ സ്വഭാവം എന്ന് പറയുന്നത്. അതിനെ ഫ്ലഡ് പൾസിങ് എന്ന് പറയും. എല്ലാ നദികളും, ലോകത്തുള്ള എല്ലാ നദികൾക്കും പ്രളയമുണ്ടാകുകയാണെങ്കിൽ ആ പ്രളയജലം കടന്നു കയറാനായിട്ട് അതിൻ്റെ ഇരു കരകളിലും സമതലങ്ങൾ പോലെ എക്സ്റ്റൻസീവായിട്ടുള്ള പ്രദേശങ്ങൾ കാണും. അതിന് ഫ്ലഡ് പ്ലെയിൻസ് എന്നാണ് പറയുന്നത്. ആ ഫ്ലഡ് പ്ലെയിൻസിൽ പലപ്പോഴും കേരളത്തിൻ്റെ ഫ്ലഡ് പ്ലെയിൻസിൽ പലപ്പോഴും അവിടെയൊക്കെ തണ്ണീർത്തടങ്ങളോ അതുപോലെ വയലേലകളോ ഒക്കെ ആയിട്ടുള്ള ഭാഗങ്ങളായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ടായിരിക്കാം. ഇനി ചിലപ്പോൾ തന്നെ ഈ ഫ്ലഡ് പ്ലെയിൻസിൽ കായലുകളും കാണാം. ഉദാഹരണമായിട്ട് കല്ലട നദിയുടെ ഫ്ലഡ് പ്ലെയിനിലാണ് ശാസ്താംകോട്ട കായലുള്ളത്. അപ്പോൾ ഈ ഫ്ലഡ് വാട്ടർ വരുമ്പോൾ ഈ ഫ്ലഡ് വാട്ടർ അത് നിറഞ്ഞിട്ട് ഈ രണ്ട് കരകളിലേക്കും ഒഴുകി അത് ഈ ശാസ്താംകോട്ട കായലിലേക്ക് വെള്ളം അങ്ങ് പൾസ് ചെയ്ത് കൊടുക്കും, പുഷ് ചെയ്ത് അകത്തേക്ക് കിടക്കും. അങ്ങനെ ആ ഒരു തടാകം മൊത്തം വെള്ളം നിറഞ്ഞു നിൽക്കും. പക്ഷേ ഈ അടുത്ത കാലത്ത് നമ്മളെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ വെള്ളം കടക്കാതിരിക്കാൻ വേണ്ടി ബണ്ട് കൺസ്ട്രക്റ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഫ്ലഡ് പൾസിങ് നടക്കുന്നില്ല. എന്നിട്ട് അതിനകത്ത് നിറഞ്ഞിരിക്കുന്ന വെള്ളം മാത്രമേ നമ്മളിപ്പോൾ പമ്പ് ചെയ്തെടുക്കുന്നുള്ളതുകൊണ്ട് ആ ഫ്ലഡ് പൾസിങ് നടക്കണമെന്നുള്ളത് പ്രകൃതിയുടെ നിയമമാണ്. നദിയുടെ രണ്ട് നിയമങ്ങളാണ് റിവർ കണ്ടിന്യൂവും ഫ്ലഡ് പൾസിങ്ങും എന്ന് പറയുന്നത്. അത് രണ്ടും സാധ്യമാകണം. പക്ഷേ കേരളത്തിൻ്റെ 70-ക്ക് ശേഷമുണ്ടായ ഗൾഫ് കുടിയേറ്റത്തിന് ശേഷവും അതുപോലെ 91-ന് ശേഷമുള്ള ഗ്ലോബലൈസേഷന് ശേഷവും ഇവിടെ ധാതുക്കളുടെ മണ്ണിൻ്റെയും മണലിൻ്റെയും ഈ പാടശേഖരങ്ങളിലുള്ള ചെളിയെടുത്ത് ബ്രിക്കാക്കുന്നതിൻ്റെയൊക്കെ ഈ പ്രതിഭാസങ്ങൾ വളരെ കൂടിയപ്പോൾ, ഈ റിസോഴ്സ് എക്സ്ട്രാക്ഷൻ വളരെ കൂടിയപ്പോൾ അതിനെല്ലാം നമ്മൾ തച്ചുടച്ച് നശിപ്പിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ നമ്മളെ ഇടനാട്ടിലുള്ള കുന്നുകളുണ്ട്. ഈ മലനാട് കഴിഞ്ഞ് ഇടനാടിലും അങ്ങിങ്ങായിട്ട് കുന്നുകൾ കാണാം. അത് ലാറ്ററൈറ്റായിട്ടുള്ള കുന്നുകളാണ്. ആ കുന്നുകൾ മണ്ണിടിച്ചിട്ടാണ് നമ്മൾ മിക്കവാറും ഈ തണ്ണീർത്തടവും വയലേലകളും നികത്താൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കുന്നിന് തന്നെ ഒരു നിയോഗമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലഡ് വാട്ടർ ഇടനാട്ടിൽ വന്ന് നിറഞ്ഞു കിടന്നു കഴിഞ്ഞാൽ ഈ കുന്നിൽ പെയ്യുന്ന മഴ അതിൻ്റെ കുന്നിൻ്റെ ചരിവിലൂടെ ഇങ്ങനെ ഒഴുകി വന്ന് ആ വേഗതയിൽ ഈ ഫ്ലഡ് വാട്ടറിനൊരു പുഷ് കൊടുക്കും കടലിലേക്ക്. ആ പുഷ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഫ്ലഡ് വാട്ടർ ഈ കായലിലേക്ക് നീങ്ങുകയും കായലിൽ നിന്ന് കടലിലേക്ക് മാറുകയും ചെയ്യത്തുള്ളൂ. പക്ഷേ നമ്മൾ കേരളത്തിൻ്റെ, എനിക്ക് തോന്നുന്നത് ഈ ഗൾഫ് കുടിയേറ്റത്തിന് ശേഷവും ഗ്ലോബലൈസേഷന് ശേഷവും ഒരുപാട് കുന്നുകൾ, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഒരുപാട് കുന്നുകൾ ഇടിച്ച് നിരപ്പാക്കിയിട്ടുണ്ട്. ആ മണ്ണാണ് നമ്മൾ മിക്കവാറും ഈ ഇടത്താവളങ്ങളായി ഫ്ലഡ് വാട്ടറിൻ്റെ ഇടത്താവളങ്ങളായിട്ടുള്ള ഈ നമ്മുടെ തണ്ണീർത്തടങ്ങളിലും വയലേലകളിലും നികത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഒരു നദിക്ക് അതിൻ്റെ സ്വഭാവം നിർണ്ണയിക്കുന്നതായിട്ടുള്ള റിവർ കണ്ടിന്യൂവും അതുപോലെ തന്നെ ഫ്ലഡ് പൾസിങ്, ഫ്ലഡ് സമയത്ത് രണ്ട് കരകളിലേക്കും കരകവിഞ്ഞൊഴുകുന്ന ആ പ്രതിഭാസവും നടത്താനായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ തച്ചുടച്ച് നീക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു 50 വർഷത്തെ അല്ല 40-50 വർഷത്തെ പ്രവർത്തനം മൂലം. അപ്പോൾ അത് നമുക്ക് ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഇപ്പോൾ സൃഷ്ടിക്കുന്നുണ്ട്. 1971 ശേഷം ഗൾഫ് കുടിയേറ്റം ഉണ്ടാകുന്നു എന്ന് തോന്നി തുടങ്ങിയപ്പോൾ തന്നെ അന്നത്തെ വിഷണറി ആയിട്ടുള്ള മുഖ്യമന്ത്രി സി അച്യുതമേനോൻ വളരെ ദീർഘവീക്ഷണമുള്ള മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി ഈ പണം ഒട്ടാകെ ഈ കൊച്ചു കേരളത്തിലേക്ക് എത്തുകയാണെങ്കിൽ അത് നിർമ്മാണ മേഖലയിലേക്കും മറ്റ് മേഖലകളിലേക്കും വിനിയോഗിക്കുക വഴി ഒരുപാട് റിസോഴ്സുകൾ ഇവിടെ അൺസയൻറ്റിഫിക്കായിട്ട് എടുക്കാൻ സാധ്യതയുണ്ടെന്ന് ദീർഘവീക്ഷണത്തോടെ മനസ്സിലാക്കിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 70കളുടെ അവസാനത്തോടുകൂടി അദ്ദേഹം വാട്ടറിനെ ചികിത്സിക്കാൻ CWRDM എന്ന് പറയുന്ന സ്ഥാപനവും ലാൻഡിനെ ചികിത്സിക്കാൻ സെസ് എന്ന് പറയുന്ന സ്ഥാപനവും ഫോറസ്റ്റിനെ ചികിത്സിക്കാൻ അതിൻ്റെ കാര്യങ്ങൾ കണ്ടെത്തി സയൻറ്റിഫിക്കായിട്ടുള്ള അഡ്വൈസറീസ് കൊടുക്കാനായിട്ട്
KFRI എന്ന് പറയുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കി. അതിൻ്റെ വെളിച്ചത്തിൽ ഇവിടെയുള്ള വിഭവത്തിൻ്റെ റിസോഴ്സുകളുടെ വിനിയോഗം ക്രമീകരിച്ച് ഒരു എൻവയോൺമെൻറ്റ് ഇൻക്ലൂസീവായിട്ടുള്ള വികസനം സാധ്യമാക്കാനായിട്ടാണ് അദ്ദേഹം അത് ചെയ്തത്. എന്നാൽ 91 ശേഷം ഒരുപാട് മാറ്റങ്ങൾ വരികയാണ്. പക്ഷേ ആ മാറ്റങ്ങൾ കേരളത്തിൻ്റെ സർവ്വ നിയമങ്ങളെയും വയലേറ്റ് ചെയ്തിട്ട് പല മാറ്റങ്ങളിലൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എന്നാലും പല നിയമങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ തണ്ണീർത്തട നിയന്ത്രണ നിയമം എന്ന് പറയുന്നത് 2008 മറ്റോ ഉണ്ടാക്കിയിട്ടുള്ളൊരു നിയമമാണ്. അപ്പോൾ അത് വയലേലകൾ അല്ലെങ്കിൽ തണ്ണീർത്തടങ്ങൾ നികത്തുന്നത് അത് നിയന്ത്രിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു നിയമമാണ്. പക്ഷേ ആ നിയമം പല സമയങ്ങളിലും അമെൻഡ് ചെയ്യുകയും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തിൽ നിന്ന് ഒരുപാട് അകന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. പല നിയമങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിയമങ്ങൾ പലപ്പോഴും ഡൈല്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ കാലാവസ്ഥാ വ്യതിയാനം പടിവാതിക്കൽ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് എൻവയോൺമെൻറ്റ് ഇൻക്ലൂസീവായിട്ടുള്ള പരിസ്ഥിതിയും കൂടെ പരിഗണിച്ചു കൊണ്ടിട്ടുള്ള വികസനത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ വികസനത്തിൻ്റെ പേരിൽ നടത്തുന്ന എല്ലാ പ്രക്രിയകൾക്കും ഒരുപാട് ദോഷവശങ്ങൾ നമുക്ക് സംഭവിക്കാൻ സാധ്യതകളുണ്ട്. നഷ്ടങ്ങളിലേക്കായിരിക്കും നമ്മൾ കൂപ്പുകുത്തുക എന്ന് പറയുന്നത്. നമ്മൾ ഉദ്ദേശിച്ച ഫലം, വികസനത്തിൻ്റെ ഫലം നമുക്ക് കിട്ടത്തില്ല. കാര്യം പ്രകൃതിക്കെതിരായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ പടിവാതിക്കൽ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ പരിസ്ഥിതിയും കൂടെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു വികസന മാതൃകയായിരിക്കണം കേരളം നമ്മൾ കൊണ്ടുവരേണ്ടത്. അല്ലെങ്കിൽ അതിന് കൊടുക്കേണ്ട വില വളരെ വലുതായിരിക്കും. 2018 മഹാപ്രളയം അത് നമ്മൾ എന്തെല്ലാം പാഠം പഠിപ്പിച്ചു? അവിടെ നിന്ന് നമ്മൾ എത്രത്തോളം മുന്നേറി? ഇനി എന്തെല്ലാം മാറ്റങ്ങൾ നമ്മൾ വരുത്താനിരിക്കുന്നു? 2017 ഓഖി, 2018 നമ്മളെ മഹാപ്രളയം, 2019 കവളപ്പാറ പുത്തുമല ദുരന്തം, 2019 കൊക്കയാർ പെട്ടിമടി ദുരന്തം, 2020 കൊക്കയാർ ദുരന്തം, പിന്നെ 2024 നമുക്ക് വയനാട് മുണ്ടക്കൈ ചൂരന്മല ദുരന്തം, 2026 അവിടെ തന്നെ വീണ്ടും ഒരു ദുരന്തം നമ്മൾ ഈ വർഷം നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും മഹാപ്രളയം പോലെ മറ്റൊരു പ്രളയം, അത്രത്തോളം അല്ലെങ്കിൽ തന്നെയും ഒരു പ്രളയം നമ്മൾ വിധേയമായിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത് അതിൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ നാളായിട്ട്, ഒരു ദശാബ്ദമായിട്ട് നമ്മുടെ ഈ പ്രകൃതി ദുരന്തങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് അതിൻ്റെ എണ്ണം, അതിൻ്റെ ഫ്രീക്വൻസി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇനി 2018 പ്രളയത്തിൽ നിന്ന് നമ്മൾ എന്തു പഠിച്ചു? പ്രളയം എന്ന് പറയുന്നത് തന്നെ കേരളത്തിൻ്റെ, ഇന്ത്യയുടെ, നമ്മുടെ ജിയോളജിക്കലായിട്ട് ഈ പ്രളയത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നേക്ക് ഏകദേശം 6000-8000 വർഷങ്ങൾക്ക് മുന്നിൽ ഒരു മഹാപ്രളയം ഉണ്ടായിട്ടുണ്ട്. അതിനെ ഹോളോസീൻ ക്ലൈമാറ്റിക് ഒപ്റ്റിമം എന്നാണ് പറയുന്നത്. എന്നാൽ ഇന്നത്തെ മഴയുടെ ഏകദേശം 3 മടങ്ങ് വലിപ്പമുള്ള അത്രത്തോളം മഴ പെയ്തിട്ടുള്ളൊരു കാലഘട്ടമാണ് ഇന്നേക്ക് 6000-8000 വർഷങ്ങൾക്ക് മുന്നിലുള്ള സമയം. ആ സമയത്തെ പ്രളയജലം ഒഴുകാനായിട്ടാണ് നദികൾ, ഇപ്പോഴത്തെ നദി എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോഴത്തെ നദി അതിൻ്റെ ഇടനാട് ഭാഗത്തുനിന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു മലയിറങ്ങി വന്നിട്ട് ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് പോലുള്ളൊരു സ്ഥലം കഴിഞ്ഞിട്ട് ഒരു ഇപ്പോഴത്തെ നദി ഒഴുകുന്ന ഒരു ചാല് വരും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അക്കരക്കര പോയാലും ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ വന്നിട്ട് പിന്നെ ഒരു മലയിലേക്ക് നീങ്ങുന്നു. ഇപ്പോഴത്തെ നദികളെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ രീതിയിലായിരിക്കും കാണുന്നത്. എന്നിട്ട് 2 കരകളിലും എക്സ്റ്റെൻസീവായിട്ടുള്ള ഫ്ലഡ് പ്ലെയിൻസ് ഉണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഹോളോസീൻ സമയത്തുള്ള ഈ 6000-8000 വർഷത്തിനുള്ള ഇന്നത്തെ കാലത്തിൻ്റെ മഴയുടെ 3 മടങ്ങ് മഴ പെയ്തിരുന്ന ആ കാലഘട്ടത്തിൽ അന്നത്തെ വെള്ളം ഒഴുകാനായിട്ടാണ് ഈ നദിയുടെ 2 കരകളിലും ഇടനാട് തീരപ്രദേശം ഭാഗത്ത് ഇത്രയും പ്രതലമായിട്ട് ഫുട്ബോൾ ഗ്രൗണ്ട് പോലെയുള്ള ഫ്ലഡ് പ്ലെയിൻസ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അത്രയും ഒഴുകാനുള്ള വെള്ളമില്ല. ആ ഒരു പ്രതലത്തിനകത്ത് തന്നെ ഒരു ചെറിയ ചാനലിലൂടെയാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും പ്രളയം, വലിയ എക്സ്ട്രീം ഇവൻറ്റ്സ് വരുമ്പോൾ ഈ ഫ്ലഡ് പ്ലെയിൻസിലേക്ക് വെള്ളം കയറാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു 6000-8000 ഇടയിലുള്ള ഒരു മഹാപ്രളയത്തിൻ്റെ കാര്യം പറഞ്ഞു. അതിനുശേഷം ചരിത്രത്തിൽ ഒരു പ്രളയം നമുക്ക് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് 1341 ഈ 1341 പ്രളയ സമയത്ത് കൊടുങ്ങല്ലൂർ, നമ്മുടെ മുസിറിസ് പട്ടണം നാമശേഷമാകുകയും നശിക്കുകയും നമ്മൾ വൈപ്പിൽ ഐലൻഡ് ഉണ്ടാകുകയും കൊച്ചി ഭാഗത്ത്
ഒരു പുതിയൊരു ഹാർബർ ഒരു ഒന്ന് തുറന്നു വരികയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ഹാർബർ പോലെ ഉണ്ടാക്കുകയും ചെയ്തു ആ മുസിറിസിൻ്റെ 1341 കാലഘട്ടത്തിൽ. അതിനുശേഷം പിന്നെ 99 പ്രളയം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. 1924 വൈക്കം സത്യാഗ്രഹമൊക്കെ നടക്കുന്ന സമയത്ത്, വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ തന്നെ എനിക്കൊന്ന് കഴുത്തോളം വെള്ളത്തിലാണ് അവർ സമരമെടുക്കുന്നതെന്നൊക്കെ ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ 1924 ഒരു മഹാപ്രളയം ഉണ്ടായിരുന്നു. അതിനുശേഷം നമുക്കുണ്ടാകുന്ന 2018 പ്രളയമാണ് മെയിനായിട്ട് കാണുന്നത്. അതിനുശേഷം ഇപ്പോൾ 2026 നമുക്കൊരു പ്രളയം കാണുകയാണ്. ഇനി 2018 പ്രളയത്തിന് ശേഷം നമ്മൾ എന്ത് പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലൊരു മഹാപ്രളയം ഉണ്ടാക്കുകയാണെങ്കിൽ ഏതെല്ലാം സ്ഥലങ്ങളിലാണ് മാക്സിമം ഫ്ലഡ് കയറുന്നത് എന്നൊരു തിരിച്ചറിവ് നമുക്ക് തന്നു. ആ തിരിച്ചറിവ് കറക്റ്റായിട്ട് നമ്മൾ ഉൾക്കൊണ്ടിട്ട് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ 10 വർഷങ്ങൾ 7-8 വർഷങ്ങളിൽ നമ്മൾ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു പരിധി വരെ ഈ പ്രളയത്തിൻ്റെ നാശനഷ്ടങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയും ഒരു പ്രളയം ഉണ്ടായാൽ ഇതേ സ്ഥലങ്ങളിൽ തന്നെ ആയിരിക്കും പ്രളയജലം കടക്കുന്നതെന്ന് കണ്ടു കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും മഴ സമയത്തെങ്കിലും എക്സ്ട്രീം ഇവൻറ്റ്സ് വരുന്ന സമയത്തെങ്കിലും അവരെ മാറ്റി താമസിപ്പിക്കുകയോ അവരുടെ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളും അവർ ചിലപ്പോൾ ഓണത്തിൻ്റെ ഉത്സവത്തിന് വേണ്ടി കച്ചവടം നടത്താൻ കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങളും ഒക്കെ അപ്പോൾ അത് സേഫായിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ട് കൈകാര്യം ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് ഒരുക്കാമായിരുന്നു. ഇത്രയും ദുരിതത്തിലാകട്ടെ, ഇത് മാറും എന്നല്ല ഞാൻ പറയുന്നത്, ഇത്രയും ദുരിതത്തിലാക്കാതിരിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആ 2018 പ്രളയത്തിൽ നിന്ന് നമുക്ക് എന്ത് പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നത് നമ്മൾ റീബിൽഡ് കേരളയൊക്കെ കൊണ്ടുവന്നെങ്കിലും അത് കാര്യമായിട്ടൊരു ഫലം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് 2026 ഈ പ്രളയം എനിക്ക് പഠിപ്പിച്ചു തരുന്നത്, മനസ്സിലാക്കിച്ചു തരുന്നത്. കാരണം ജനം പഴയതുപോലെ ദുരിതത്തിൽ വീണ്ടും ആയിരിക്കുകയാണ്. ഇനിയും ഒരു ദുരന്തം ഉണ്ടായാലും ഇതേ സ്ഥലങ്ങളിൽ തന്നെയായിരിക്കും ദുരന്തം ഉണ്ടാകുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സഹ്യപർവ്വതം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും കൂടുതൽ ഉയരം കൂടിയ 2 സ്ഥലങ്ങൾ ഒന്ന് പീരുമേട് പ്ലേറ്റോ എന്ന് പറയും. 1000 മുകളിൽ 2000 വരെ ഉയരമുള്ള പീരുമേട് പ്ലേറ്റോ, മീൻ സീ ലെവലിൽ നിന്ന് 2000 മീറ്റർ വരെ ഉയരമുള്ള പീരുമേട് പ്ലേറ്റോ ഏകദേശം പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ നിന്ന് തുടങ്ങി അങ്ങ് ചാലക്കുടിയുടെ മല ഏരിയ വരെ വരുന്ന ഒരു ഏകദേശം പ്രതലമായിട്ടുള്ള എന്നാൽ അങ്ങിങ്ങും കുന്നുകളുള്ള ഒരു ഉയർന്ന പ്രദേശത്തിനെയാണ് നമ്മൾ പീരുമേട് പ്ലേറ്റോ, ശരിയല്ലേ, പീരുമേട് പ്ലേറ്റോ എന്ന് പറയുന്നത്, മലനിരകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ പീരുമേട് പ്ലേറ്റോയുടെ പത്തനംതിട്ട ഭാഗത്തു നിന്നാണ് പെരിയാർ ഒഴുകിയിട്ട് അങ്ങ് വടക്കോട്ട് ഒഴുകിയിട്ട് ഇടുക്കി ഭാഗത്ത് വന്നിട്ട് പിന്നെ അവിടെ നിന്ന് തിരിഞ്ഞിട്ട് കിഴക്കോട്ട് ഒഴുകാൻ ശ്രമിക്കും. അപ്പോൾ പ്ലേറ്റോയിലൂടെ ഒഴുകിക്കൊണ്ട് ഒരു ദീർഘനേരം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയുടെ ഭാഗം എന്ന് പറയുന്നത് പെരിയാറാണ്. അപ്പോൾ പീരുമേട് പ്ലേറ്റോ എന്ന് പറയുന്ന ഭാഗം, അത് കഴിഞ്ഞിട്ട് വടക്ക് നമുക്ക് നീലഗിരി പ്ലേറ്റോ ആണുള്ളത്. തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഉയർന്ന പ്രദേശങ്ങൾ, ഈ പീഠഭൂമി പോലെയുള്ളത്. വടക്ക് നമ്മൾ നീലഗിരി പ്ലേറ്റോയുടെ ഒരു ഭാഗമാണ് വയനാട് പ്ലേറ്റോ എന്ന് പറയുന്നത്. പീരുമേട് പ്ലേറ്റോയുടെ ഭാഗത്തുനിന്ന് ഒഴുകുന്ന നദികളാണ് അച്ചൻകോവിൽ, പമ്പ, മണിമല, മീനച്ചൽ, മൂവാറ്റുപുഴ, പെരിയാർ, ചാലക്കുടി എന്ന് പറയുന്ന നദികൾ. ഈ നദികൾ അവിടെ മഴമേഘങ്ങൾ തങ്ങി നിന്ന്, എക്സ്ട്രീം ഇവൻസിൻ്റെ മഴമേഘങ്ങൾ തങ്ങി നിന്ന് ഒരു കുടം പോലെ പെയ്തു കഴിഞ്ഞാൽ അത് ഒഴുകി വരേണ്ടത് ഈ പറഞ്ഞ 7 നദികളിലൂടെയാണ്. അപ്പോൾ അത് ഒഴുകി വന്ന് അതിൻ്റെ ഇടത്താവളങ്ങളിൽ നിന്ന് പതിയെ കായലിലേക്ക് ഇറങ്ങി കടലിലേക്ക് അതിൻ്റെ ഋതം അനുസരിച്ച് എടുത്തുകൊണ്ടിരിക്കും. എന്നാൽ നമ്മൾ വടക്ക് നീലഗിരി പ്ലേറ്റോയുടെ ഭാഗമായിട്ടുള്ള വയനാട് പ്ലേറ്റോ എന്ന് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ചാലിയാറും കടലുണ്ടിപ്പുഴയുമാണ്. അപ്പോൾ ചാലിയാറും കടലുണ്ടിപ്പുഴയും വയനാട് പ്ലേറ്റോ എന്ന് ഒഴുകിയിട്ട് അത് അറബിക്കടലിലേക്ക് ചെന്ന് ചേരും. ഇത്രയും നദികൾ എന്നും എൻവയോൺമെൻ്റൽ പ്രകൃതിയുമായി പ്രളയവുമായി ബന്ധപ്പെട്ട ഹോട്ട്സ്പോട്ടിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ മഴ പെയ്തു കഴിഞ്ഞാൽ മഴമേഘങ്ങൾ വന്ന് ഈ പീരുമേട് പ്ലേറ്റോയുടെ അടിവാരങ്ങളിലും അതുപോലെ തന്നെ വയനാട് പ്ലേറ്റോയുടെ അടിവാരങ്ങളിലും തങ്ങി നിന്ന് ഘനീഭവിച്ച് തുള്ളിക്കൊരുകുടം പോലെ പെയ്തിറങ്ങിയാൽ ഈ നദികൾ കൊണ്ടാണ് കടലിലേക്ക് പോകേണ്ടത്. അതിന് ഇടത്താവളങ്ങളുണ്ട്. ആ ഇടത്താവളങ്ങളായിട്ടുള്ള വയലേലകളും തണ്ണീർത്തടങ്ങളും കായലുകളും എല്ലാം വ്യക്തമായിട്ട് നിലനിന്നാൽ മാത്രമേ അതിനങ്ങാട്ട് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ.
പക്ഷേ പലപ്പോഴും നമ്മൾ മനുഷ്യൻ്റെ ഇടപെടൽ മൂലം ഇതിനെയൊക്കെ നമ്മൾ ആൾട്ടർ ചെയ്തിട്ടുണ്ട്, അതിനെയൊക്കെ നമ്മൾ മാറ്റിമറിച്ചിട്ടുണ്ട്. അത് നമുക്ക് കൂടുതൽ കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി തരും. എനിക്ക് സ്പെസിഫിക്കായിട്ട് ചോദ്യം 2018 പ്രളയം വന്നതിന് ശേഷം നമ്മൾ എന്തു പഠിച്ചു എന്നുള്ളതാണ്. എനിക്ക് ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ ഞാനതിനെ വിലയിരുത്തുകയാണെങ്കിൽ 2026 ഈ പ്രളയം വന്നിട്ടും നമ്മൾ ഒരു നല്ലവണ്ണം പഠിച്ചു എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാര്യം ജനം ഇപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ദുരിതത്തിൽ തന്നെയാണ്. ഇനി നമ്മൾ ഒരു ഹസാർഡ്, ഒരു ദുരന്തം നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി ഒന്ന് നോക്കുന്നത് വലിയ രസകരമായിരിക്കും. ദുരന്തം എന്ന് പറയുമ്പോൾ ദുരന്തത്തിൻ്റെ കാര്യം എനിക്ക് ഈ ആഗോളതാപനം എത്തും എന്ന് മനസ്സിലാക്കിയ യുനെസ്കോ 1990-2000 കാലഘട്ടത്തിൽ ഒരു ദശാബ്ദക്കാലം ദുരന്ത നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ദശാബ്ദമായിട്ട് അവർ ആചരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ലോകമെമ്പാടും അതിനനുസരിച്ചിട്ടുള്ള ഈ ദുരന്തം ഇങ്ങനെ ആഗോളതാപനം മൂലമുള്ള പ്രത്യാഘാതങ്ങളുണ്ടാകും, അതനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കാനായിട്ട് എല്ലാ ലോകരാജ്യങ്ങളെയും അവർ പ്രേരിപ്പിച്ചു. അതിൻ്റെ ഫലമായിട്ട് അതിലൊരു സ്കീമോടെ ഉണ്ടാക്കി. ദുരന്തത്തിന് മുന്നിൽ നമ്മൾ എന്തെല്ലാം ചെയ്യണം, ദുരന്ത സമയത്ത് എന്തെല്ലാം ചെയ്യണം, ദുരന്തത്തിന് ശേഷം എന്തെല്ലാം ചെയ്യണം. ദുരന്ത സമയത്ത് നടക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ കേരളമൊക്കെ ഒരു പരിധിവരെ കൈകാര്യം ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഫിഷർമാൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അവർ ആൾക്കാരെ വിളിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു, ആ ആൾക്കാരെ നമ്മൾ രക്ഷപ്പെടുത്തുന്നു. ദുരന്തത്തിന് മുന്നിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഒരു പക്ഷേ 2018 എന്ന് പറയുന്ന ദുരന്തം നമ്മൾ കാര്യമായി കണക്കിലെടുത്തിരുന്നെങ്കിൽ ആ ഒരു മഹാപ്രളയം കയറിയ സ്ഥലങ്ങളിലേക്ക് നമുക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു 8-9 വർഷം നമുക്ക് കിട്ടിക്കഴിഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴും ദുരന്തത്തിന് മുന്നിലുള്ള സമയം നമ്മൾ വേണ്ട വിധം പ്രിപ്പയർഡ് അല്ല എന്നാണ് ഈ ദുരന്തത്തിൻ്റെ കഷ്ടനഷ്ടങ്ങൾ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇത്രയും സ്ഥലങ്ങൾ 2018 ആഘാതം ഏൽപ്പിച്ചല്ലോ, ആ സ്ഥലങ്ങളിൽ ഒരു സാധനം നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അതിശക്തമായ മഴ പെയ്യുമ്പോൾ അവിടെയുള്ള ആൾക്കാരെ, നമ്മളിപ്പോൾ കടൽ ആക്രമണം നേരിടുമ്പോൾ അവിടുന്ന് ആൾക്കാരെ ക്ലിയറായിട്ട് നമ്മൾ മാറ്റി താമസിപ്പിക്കുന്നല്ലോ. എന്തുകൊണ്ട് നദിയുടെ കരകളിൽ ഇതുപോലെ ഈ മഹാപ്രളയം ഉണ്ടായപ്പോൾ ആഘാതമേൽപ്പിച്ച സ്ഥലങ്ങളിലുള്ള ആൾക്കാരെ നമ്മൾ മാറ്റി താമസിപ്പിക്കാൻ എന്തുകൊണ്ടാണ് നമ്മൾ താമസിക്കുന്നത്? നമുക്കൊരു സക്സസ് സ്റ്റോറി ഉണ്ടല്ലോ. കടലാക്രമണ സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും അവരെ ഇതുപോലെ മാറ്റി. കേരളം എന്ന് പറയുന്നത്, കേരളത്തിന് പല കാര്യങ്ങൾ കൊണ്ടും നമുക്ക് അനുകൂലമല്ല ഇന്നത്തെ രീതി. കാലാവസ്ഥാ വ്യതിയാനം, ഞാൻ നേരത്തെ പറഞ്ഞു, കടൽ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻ്റർഗ്ലേഷ്യൽ പീരീഡിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ കടലെടുത്തുകൊണ്ടേയിരിക്കും. മലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുരന്തങ്ങൾ നമുക്ക് ആഘാതമേൽപ്പിക്കാൻ പറ്റുന്ന ടവറിങ് വെസ്റ്റേൺ ഗട്ട്സ് മൗണ്ടൻസ് ആണുള്ളത്. പല ലാൻഡ് കൊണ്ടും കര കൊണ്ടും കടൽ കൊണ്ടും ഓഖി വന്നിട്ട് നമുക്ക് ഓഖി ദുരന്തങ്ങളുണ്ടായി. വായു മൂലമുള്ള പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ പാകത്തിലാണ് കേരളത്തിൻ്റെ ഒരു കിടപ്പ്. അതുകൊണ്ട് തന്നെ ഈ ഓരോ പ്രത്യാഘാതങ്ങളിൽ നിന്നും നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ സ്വയം പ്രതിരോധ സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ആ ദുരന്തത്തിന് മുന്നിലുള്ള പ്രവൃത്തി ശക്തമാക്കേണ്ടതുണ്ട്. അതിൽ ലളിതമായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ ഈ കടൽ കയറുകയാണെങ്കിൽ നമ്മളത് വളരെ വിദഗ്ധമായിട്ട് അവിടെയുള്ള ജീവിക്കുന്ന ജനങ്ങളെ നമ്മൾ മാറ്റി താമസിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ അതിന് തുല്യമായിട്ടുള്ള സംവിധാനം എന്തായാലും നദിയുടെ ഫ്ലഡ് പ്ലെയിനിൽ താമസിക്കുന്ന ആൾക്കാർക്കും ഉണ്ടാകണം. ഒരു എക്സ്ട്രീം ഇവൻ്റ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ പ്രശ്ന മേഖലകളിൽ നിന്ന് അവരെ മാറ്റി താമസിപ്പിക്കണം ഒരു ചെറിയ പീരീഡ്, പിന്നെ തിരിച്ചു കൊണ്ടുപോയിക്കോ. അത് നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പമല്ലേ, ദുരന്തത്തിന് മുന്നിൽ നടക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് വാണിങ്ങിലാണ് ആൾക്കാർ പറയുന്നത്, വാണിംഗ് കൊടുക്കണമെന്ന് പ്രിഡിക്ഷൻ സിസ്റ്റം കൊണ്ടുവരണം. ഒരു പരിധി വരെ ഈ കാലാവസ്ഥയെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാലാവസ്ഥ പ്രിഡിക്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പാരാമീറ്റേഴ്സ് ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 100% ക്ലിയർ ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള കാലാവസ്ഥ പ്രിഡിക്ഷൻസ് പലപ്പോഴും അസാധ്യമാണ്.
എന്നാലും ഒരു പരിധിവരെ ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെട്രോളജിയും ഒക്കെ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ വെച്ചുകൊണ്ട് അവർ മോഡൽസും ഒക്കെ ഉണ്ടാക്കി ഒരു പരിധിവരെ അവർ അത് റിലയബിളായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഈ പ്രഡിക്ഷൻസ് ഇപ്പോൾ ഒറീസയിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും. തമിഴ്നാട് കേരളത്തിൻ്റെ 5 മടങ്ങ് വലിപ്പമുള്ള ഒരു സംസ്ഥാനമാണ്. അതൊരു പ്രതലം പോലെ കിടക്കുകയാണ് അതിൽ. അപ്പോൾ അവിടെ പ്രഡിക്ഷൻ സാധ്യമാകും. കേരളം എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു 3880-90 സ്ക്വയർ കിലോമീറ്റർ ഉള്ള ഒരു ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് അതിൽ. കിഴക്ക് ടവറിങ് ആയിട്ടുള്ള വെസ്റ്റേൺ ഗട്ട്സും നമ്മുടെ പടിഞ്ഞാറ് അറബിക്കടലുമായിട്ട് ചേർന്ന്. അപ്പോൾ ഇവിടെ ഇത് രണ്ടും അടുത്ത് കിടക്കുകയാണ്. കടലിലുണ്ടാകുന്ന മാറ്റവും പെട്ടെന്ന് കരയിലേക്ക് ആക്ട് ചെയ്യാം. അതുപോലെ മൗണ്ടനിലുണ്ടാകുന്ന കാര്യങ്ങളും പെട്ടെന്ന് കരയിലേക്ക് ആക്ട് ചെയ്യാം. ഈ മൺസൂൺ ഡ്രിവൺ ആയിട്ടുള്ള വിൻസ് വന്നു കഴിഞ്ഞാൽ അത് ഘനീഭവിക്കുമ്പോഴും നമ്മളൊരു പ്രത്യേക വൾണറബിൾ സോണാണ്. അപ്പോൾ പ്രിഡിക്ഷൻ എന്ന് പറയുന്നത് ഈ ഏറ്റവും ഹൈ റെസൊല്യൂഷൻ പ്രിഡിക്ഷൻ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്കതിനെ കൈകാര്യം ചെയ്യാൻ പലപ്പോഴും പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ പ്രിഡിക്ഷൻ സിസ്റ്റത്തിന് നമ്മൾക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈ പ്രിഡിക്ഷൻ എത്രത്തോളം നമുക്ക് ഈ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ കൊടുക്കാൻ പറ്റും, അതുപോലെ ഡോപ്ലർ വെതർ സ്റ്റേഷൻസ് കൊണ്ടുവരാൻ പറ്റും, അത് വെച്ച് നമുക്ക് എക്സ്ട്രീം ഇവൻറ്റ്സിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതെല്ലാം മാക്സിമം ചെയ്തോ. അതെല്ലാം ഇപ്പോൾ നടന്നു വരുന്നതേ ഉള്ളൂ. നമുക്ക് വേണ്ടത്ര രീതിയിലുള്ള നമ്മുടെ കാലാവസ്ഥ മോണിറ്ററിംഗ് സംവിധാനങ്ങൾ അഡിക്വേറ്റായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഹൈ ഫ്രീക്വൻസിയിൽ. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്നതല്ല. പക്ഷെ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമുക്ക് 6 മാസം മഴക്കാലവും 6 മാസം നമുക്ക് വേനൽക്കാലവുമാണ്. അപ്പോൾ കേരളത്തിൽ ഈ മഴ പെയ്തേ പറ്റൂ, മഴവെള്ളം സംഭരിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ഡ്രോട്ട് പീരീഡ് അടുത്ത 6 മാസം നമുക്ക് കുടിവെള്ളം കിട്ടില്ല. നമ്മളൊരു പ്രത്യേക 6 മാസം മഴയും 6 മാസം വേനലും വരുന്ന കുടിവെള്ളത്തിന് നമുക്ക് തൊണ്ട വരണ്ട് കീറുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം മഴ നമുക്ക് വേണം. അപ്പോൾ ഈ പ്രതിഭാസങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ആ പ്രതിഭാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെ ഈ പ്രകൃതിയുമായി ചേർന്ന് നമുക്ക് ഇണങ്ങി ജീവിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതിലാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഈ കാലാവസ്ഥ നിരീക്ഷണ സംവിധാനങ്ങളും പ്രിഡിക്ഷൻ മോഡലുകളും വരേണ്ട വേഗതയിൽ വരട്ടെ. പക്ഷേ ഈ ജനങ്ങളെ ഈ പറയുന്ന എക്സ്ട്രീമായിട്ട് വരുന്ന ഒരു 2 മാസം 2 ആഴ്ചയോ 3 ആഴ്ചയോ അവരെ അവയർനെസ് കൊടുക്കുകയും അവരെ ഷെൽട്ടർ ഹൗസുകളിലേക്ക് മാറ്റാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? തരത്തിൽ വളരെ കുറച്ച് ഏരിയകളല്ലേ വരത്തുള്ളൂ തരത്തിൽ. ഇത് നമ്മൾ കടൽ തീരത്ത് നമ്മൾ നമ്മൾ ചെയ്യുന്നില്ലേ? ഒരു പരിധി വരെ എല്ലാം ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ ഞാൻ പമ്പാ നദീതടത്തിലൂടെ അത് ഈ സാൻഡ് മൈനിങ്ങുമായി ബന്ധപ്പെട്ട് മണൽവാരലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി നടന്ന കാലഘട്ടത്തിൽ പമ്പാ നദീതടത്തിൽ എനിക്ക് തോന്നുന്നു ആറന്മുള ഇടയാറന്മുള സൈഡിൽ എവിടെയോ ആണ് ആ ഒരു ഫ്ലഡ് പ്ലെയിനിൽ ഞാനൊരു വീട് കണ്ടിരുന്നു. ആ വീട് അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് 1.5 മീറ്റർ ഉയരത്തിലേക്ക് അടിസ്ഥാനം പൊക്കി വച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ അവർ വീട് വെച്ചിട്ട് താമസിക്കുന്നു. ഈ 1.5 മീറ്ററോളം സ്റ്റെപ്പുകൾ കടന്നു പോയിട്ട് അവർ കടക്കിടക്കുന്നു. എന്തിനാണ് ഇത് ചെയ്തത് എന്ന് എനിക്കിപ്പോൾ അറിയാം, പ്രളയത്തിന് ശേഷം. കാര്യം അവിടെ 1 മീറ്ററോളം പ്രളയജലം എത്തും. 1 മീറ്ററോളം പ്രളയജലം എത്തിയാലും അവരതിൻ്റെ മുകളിൽ സുഖമായിട്ട് ജീവിക്കും. അവരൊരു 2 മാസം ജീവിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ കാണും, അല്ലെങ്കിൽ ഒരു 2 ആഴ്ചയോ 3 ആഴ്ചയോ ജീവിക്കാനുള്ള സംവിധാനങ്ങൾ കാണും, അല്ലെങ്കിൽ ഒരു വള്ളം വന്ന് സാധനം കൊണ്ട് കൊടുക്കാവുന്നതേ ഉള്ള തരത്തിൽ. അപ്പോൾ നമ്മൾ ഇനിയെങ്കിലും ഈ ഫ്ലഡ് പ്ലെയിനുകളിൽ വീടുകൾ വയ്ക്കുമ്പോൾ അതിനൊരു പ്രോട്ടോക്കോൾ ഉണ്ടാക്കണം. അത് എത്ര ഉയരത്തിലേക്കാണ് ഈ ഫ്ലഡിനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള രീതിയിലേക്ക് ഉയർത്തിയിട്ടുള്ള സംവിധാനങ്ങളിൽ. അങ്ങനെയാണ് അവിടെ കാലാകാലങ്ങളിൽ ആൾക്കാർ ജീവിച്ചിരുന്നത്. അതിലേക്ക് കൊണ്ടുവരണം. ടെക്നോളജിയെ സമാസമം ഇൻ്റർവ്യൂൻ ചെയ്തിട്ട് എങ്ങനെ ആ പ്രളയജലത്തിന് മുകളിൽ നമുക്ക് ജീവിക്കാൻ പറ്റും, അതിനുള്ള കെട്ടിടങ്ങൾ അവിടെ ഉണ്ടാക്കാനുള്ള ഇനിയെങ്കിലും ഉണ്ടാകുന്നതിൽ. ഇനി അങ്ങനെ അല്ലാത്ത സ്ഥലങ്ങളിൽ ആൾക്കാരെ നമ്മൾ ഒരു ചെറിയ ഷോർട്ട് പീരീഡിലേക്ക് മാറ്റി താമസിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ അവരറിഞ്ഞോ അറിയാതെ ദുരിതക്കയത്തിലേക്കായിരിക്കും എത്തിച്ചേരുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ നിരീക്ഷണ സംവിധാനങ്ങളുടെ ഫ്രീക്വൻസി എണ്ണം കൂട്ടുകയും ക്ലൈമാറ്റ് മോഡലുകൾ ഉണ്ടാക്കുകയും വാർണിംഗ് സിസ്റ്റം നമ്മൾ മെച്ചപ്പെടുത്തുകയും ഒക്കെ ചെയ്യാം. എല്ലാത്തിൻ്റെയും കൂടെ ഒരു സമൂലമായിട്ടുള്ള, ചിലതെല്ലാം ഷോർട്ട് ടേമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, ചിലതെല്ലാം മീഡിയം ടേമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, ചിലതെല്ലാം ലോങ് ടേമിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർഷങ്ങൾ വേണ്ടി വരും. അതനുസരിച്ചിട്ടുള്ള വ്യക്തമായൊരു പ്ലാനിങ്ങോടുകൂടി കേരളത്തിൻ്റെ ജീവിത രീതി ക്രമീകരിച്ചില്ലെങ്കിൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും ഈ വരുന്ന കാലഘട്ടങ്ങളിൽ. പ്രളയം വന്നു കഴിയുമ്പോൾ പ്രധാനമായിട്ട് ഉയരുന്ന വാദങ്ങളാണ് നദിയിലെ മണ്ണെടുപ്പിനെ പറ്റിയും
ഡാമുകൾ തുറന്നുവിടുന്നതിനെ പറ്റിയൊക്കെ എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു ശാസ്ത്രീയ വശം? ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഞാനും പത്രത്തിൽ ഞാൻ റിപ്പോർട്ടുകൾ കാണുന്നു, നദിയിൽ മണൽ വാരി ആഴം കൂട്ടിയാൽ നമുക്ക് ഒരു പരിധി വരെ പ്രളയത്തെ നിയന്ത്രിക്കാൻ പറ്റുമെന്നുള്ള വാർത്തകളും സീരിയലുകളൊക്കെ പല മാധ്യമങ്ങളിലും ഞാൻ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം അതിൽ തന്നെ എനിക്ക് തോന്നുന്നത് സാൻഡ് ഓഡിറ്റ് നടത്തിയിട്ടാണ് മണൽ എടുക്കുക എന്ന് പറയുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻ്റർ ഡിസിപ്ലിനറി സ്റ്റഡീൻ്റെ നേതൃത്വത്തിൽ, പാപ്പനംകോട്ടുള്ള സ്ഥാപനത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സാൻഡ് ഓഡിറ്റ് നടത്തുകയും 18 നദികളുടെ സാൻഡ് ഓഡിറ്റ് നടത്തിയിട്ട് 27 ലക്ഷം ടൺ മണൽ ഇവിടെ നിന്ന് വാരാം, ഊറ്റിയെടുക്കാൻ പറ്റും എന്നൊരു കണക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. 27 ലക്ഷം ടൺ മണൽ 18 നദികളിൽ. നദിയിൽ മണലുള്ള പ്രദേശത്തിന് നമ്മൾ അലൂവിയൽ സ്ട്രെച്ച് എന്ന് പറയും. മണൽ നിറഞ്ഞ പ്രദേശത്തിന് നമ്മൾ അലൂവിയൽ സ്ട്രെച്ച് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പമ്പ നദിയുടെ ഈ റാന്നിക്ക് ശേഷം താഴോട്ട് വരുന്ന ഈ കടലുമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ആറന്മുള കഴിഞ്ഞ് വരുന്ന ഭാഗം വരെ വരും, ഏകദേശം തിരുവല്ല ഭാഗത്തിൻ്റെ അടുപ്പിച്ച് തന്നെ വരും. ഭാരതത്തിൽ ആറന്മുള കഴിഞ്ഞിട്ട് അത്രയും ഭാഗമാണ് അതിൻ്റെ അലൂവിയൽ സ്ട്രെച്ച്. ഒരു 40 കിലോമീറ്ററോളം നീളത്തിൽ വരുന്ന ഭാഗമാണ് മണൽ നിറഞ്ഞ പ്രദേശം എന്ന് പറയുന്നത്. അലൂവിയൽ സ്ട്രെച്ച് എന്ന് നമ്മൾ പറയും. അതിൻ്റെ ഒരു വീതി ഒരു 50, 60, 70 മീറ്ററാണ് അതിൻ്റെ വീതി ആ ഭാഗത്ത്. ഇനി ഇവർ പറഞ്ഞ 27 ലക്ഷം ടൺ മണൽ അതൊരു ഭാരമല്ലേ, അതിന് മാസല്ലേ? ആ മാസിനെ ഞാൻ വോളിയമാക്കി മാറ്റുകയാണ്. വോളിയം വ്യാപ്തത്തിലേക്ക് നമുക്ക് പിണ്ഡം വ്യാപ്തം എല്ലാം ബന്ധപ്പെട്ട് കിടക്കുക, സാന്ദ്രതയും പിണ്ഡവും വ്യാപ്തവുമായിട്ട് ഇക്വേഷൻസ് ഉണ്ടല്ലോ. ഇതിനെ ഞാൻ വോളിയമാക്കി മാറ്റുകയാണ്. അത് ഏകദേശം 13.5 ചതുരശ്ര മീറ്ററാണ് അതിൻ്റെ വോളിയം. 13.5 ലക്ഷം ചതുരശ്ര മീറ്റർ ആണ് അതിൻ്റെ വോളിയം. 13.5 ലക്ഷം ചതുരശ്ര മീറ്റർ വോളിയത്തിലുള്ള ഈ മണ്ണ് 18 നദികളിലും എടുക്കാവുന്ന ഈ പറഞ്ഞ മണ്ണ് 50, 40, 50 കിലോമീറ്റർ അലൂവിയൽ സ്ട്രെച്ചിൽ 50 മീറ്റർ വീതിയിൽ ഞാനൊന്ന് ഒരു ബ്ലാങ്കറ്റ് പോലെ വിതറിയാൽ 2 സെൻറ്റിമീറ്റർ വരും. 3 സെൻറ്റിമീറ്ററോ 4 സെൻറ്റിമീറ്ററോ ഈ പറഞ്ഞ മണൽ. ഞാൻ വെറും സിമ്പിൾ മാത്തമാറ്റിക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ 3 സെൻറ്റിമീറ്റർ മണൽ എടുത്തു കഴിഞ്ഞാൽ ഈ പ്രളയജലമെല്ലാം കടക്കും എന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകണം എന്താണെന്ന് വെച്ചാൽ, ഈ പാലങ്ങൾ മറ്റ് സ്ഥലങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഏതെങ്കിലും ഭാഗത്ത് കുഴിച്ച് മണ്ണെടുക്കുക, പിറ്റ് എക്സ്കവേഷൻ. മൊത്തത്തിലെടുക്കുകയല്ല. മൊത്തത്തിലെടുത്താൽ മാത്രമേ ആഴം കൂടത്തുള്ളൂ, ശരിയല്ലേ? ഇനി മൊത്തത്തിലെടുക്കാൻ ആഴം കൂട്ടാൻ പറ്റില്ല. കാര്യം പല സ്ഥലത്തും പാലം നിൽക്കുകയാണ്, അതിൽ സൈഡ് പ്രൊട്ടക്ഷൻ സംവിധാനങ്ങൾ നിൽക്കുകയാണ്, സംരക്ഷണ ഭിത്തികൾ നിൽക്കുകയാണ്, കുടിവെള്ള പദ്ധതികൾ നിൽക്കുകയാണ്. അപ്പോൾ എടുക്കാൻ പറ്റില്ലല്ലോ, മൊത്തത്തിൽ ആഴം കൂട്ടാൻ പറ്റില്ല. അപ്പോൾ ഇവർ ചെയ്യുന്നത് പിറ്റ് എക്സ്കവേഷൻ മൂലം ചില സ്ഥലങ്ങളിൽ നിന്ന് എടുക്കും, പിറ്റ് പോലെ എടുക്കും, ആഴത്തിൽ 1 മീറ്റർ 2 മീറ്റർ ആഴത്തിൽ മണ്ണെടുക്കും. ഒരു പാലത്തിൻ്റെ ഒരു 1/2 കിലോമീറ്റർ മുന്നിൽ അല്ലെ 1 കിലോമീറ്റർ മുന്നിൽ 2 മീറ്റർ ആഴത്തിൽ ഒരു സ്ട്രെച്ചിൽ നിന്ന് മണ്ണെടുത്ത് കഴിഞ്ഞാൽ അവിടെ ഒരു കുഴി ഉണ്ടാകും, പിറ്റ്. ആ കുഴി മഴക്കാലത്തെ വെള്ളം അതിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ മുകളിലത്തെ വക്കിടിയും, അതിന് ഹെഡ്വേർഡ് ഇറോഷൻ എന്ന് പറയും, താഴത്തെ വക്കിടിയും അതിന് ഡൗൺ കട്ടിങ് എന്ന് പറയും, താഴോട്ട് കട്ട് ചെയ്യും. ഈ കുഴി വെള്ളത്തിനടിയിലൂടെ നമ്മൾ കാണുന്നില്ല, വെള്ളത്തിനടിയിലൂടെ അതുപോലെ താഴോട്ട് വ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 1 കിലോമീറ്റർ അകലെ മാറിയിരിക്കുന്ന പാലത്തിന് അണ്ടർമൈൻ ചെയ്തിട്ട് ഇവനങ്ങ് പോകും, അടി തുറന്നുകൊണ്ടങ്ങ് പോകും. കേരളത്തിൽ ഈ പറഞ്ഞ പ്രോസസ്സ് അവർ നടത്തുകയാണെങ്കിൽ വെള്ളം ഒഴുകുന്ന സമയത്ത് മഴക്കാലത്ത് ഈ നമ്മുടെ പാലങ്ങളും ബ്രിഡ്ജസും അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതികളും അതുപോലെ തന്നെ സൈഡ് പ്രൊട്ടക്ഷൻ സ്ട്രക്ചേഴ്സും ഒക്കെ മാസീവായിട്ട് ഡാമേജുകളുണ്ടാകാം. ഒന്നുകിൽ പാർഷ്യലായിട്ട് ബലക്ഷയം ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരുപാട് തകർന്നു പോകാം. ഇത് നാളെ നടക്കുന്നതായിരിക്കില്ല, 5, 10, 15 വർഷങ്ങൾ കൊണ്ട് നടക്കുന്നത്. അത് വേണമോ വേണ്ടയോ എന്നുള്ളതാണ് ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. 2, ഈ നദിയുടെ ആഴം നമ്മൾ കൂട്ടുകയാണെങ്കിൽ കടലിനോട് അടുത്ത് വരുമ്പോൾ ആഴം കൂട്ടിക്കഴിഞ്ഞാലോ കടൽ വെള്ളത്തിൻ്റെ ഡെൻസിറ്റി സാന്ദ്രത വളരെ കൂടുതലാണ്, നമ്മളെ ശുദ്ധജലത്തിൻ്റെ സാന്ദ്രത കുറവാണ്. ഈ ആഴം കൂട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ കടൽ വെള്ളം നദിയിലേക്ക് ഇടിച്ചു കയറും, സീ വാട്ടർ ഇൻഗ്രഷൻ എന്ന് പറയും. എന്നിട്ട് നദിയുടെ ആ ഭാഗങ്ങളെല്ലാം ഓരുജലം, അവിടെയുള്ള കിണറുകളെല്ലാം ഓരുജലം ഉള്ളതായിട്ട് മാറും. നമുക്ക് വീണ്ടും മണ്ണ് ഇട്ടുകൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കേരളത്തിലെ നദികൾ ഈ ഗൾഫ് കുടിയേറ്റത്തിന് ശേഷവും ഗ്ലോബലൈസേഷന് ശേഷവും ഒരുപാട് ചാനൽ ഇൻസിഷൻ നടന്നിട്ട് ചാനൽ താഴ്ന്നു പോകുന്ന പ്രോസസ്സിനെ
നമ്മൾ സയൻസിൽ പറയുന്നത് ചാനൽ ഇൻസിഷൻ എന്നാണ് പറയുന്നത്. ഈ ചാനൽ ഇൻസിഷൻ നടന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ തന്നെ ആഴം കൂടിയിരിക്കുകയാണ്. ഇനി ഇവിടെ ആർട്ടിഫിഷ്യലായിട്ട് മണൽ കൊടുക്കേണ്ട ഒരു കാലം ആണ് ഇപ്പോൾ വരുന്നത് തരത്തിൽ. ഇനി പ്രളയത്തിൻ്റെ ചപ്പ് ചവറുകൾ കൂടിയ സ്ഥലങ്ങൾ കാണാം. അതുപോലെ പ്രളയം കൊണ്ട് കൂടുതൽ മണ്ണടിഞ്ഞ ചില പ്രത്യേക സ്ഥലങ്ങൾ കാണാം. അവിടെ ഈ ചപ്പുചവർ ഡെബ്രസ് മാറ്റുന്നതും അതുപോലെ തന്നെ ഒരു ബ്ലോക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ബ്ലോക്കിൻ്റെ അടുത്ത് ഒരു ആൻജിയോപ്ലാസ്റ്റ് ചെയ്യുന്നത് പോലെ ഒന്ന് ആ ബ്ലോക്ക് മാറ്റുന്നതിലൊന്നും തെറ്റില്ല. അതൊക്കെ ചെയ്യാം നമുക്ക്. അങ്ങനെ ഉണ്ടായ പ്രളയം കൊണ്ടുണ്ടായ ചില പ്രത്യേക പ്രശ്നങ്ങൾ കൊണ്ടുണ്ടായ ബ്ലോക്കുകളോ ചപ്പുചവറുകളോ ഒക്കെ മാറ്റിയെടുക്കാം. പക്ഷേ മണലെടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ആലോചിച്ചുറച്ച് ചെയ്തിട്ടില്ലെങ്കിൽ അത് ദോഷങ്ങളെക്കാൾ ഒരുപാട് ഗുണങ്ങളെക്കാൾ ഒരുപാട് ദോഷങ്ങളായിരിക്കും നമുക്കുണ്ടാക്കാൻ പോകുന്നത്. ശാസ്ത്രീയമായി നമുക്ക് മണലെടുക്കാം. മണലെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലോകം അംഗീകരിച്ചിട്ടുള്ള മണലെടുക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് അത് നമ്മൾ സമ്മർ സീസണിൽ ഉണങ്ങിയ മണൽത്തിട്ടകൾ കാണാം. സാൻഡ് ബാർസ് എന്നോ സാൻഡ് ഡെപ്പോസിറ്റ്സ് മണൽത്തിട്ടകൾ കാണാം. നദിയിൽ തന്നെ മണൽത്തിട്ടകൾ കാണാം. അത് സമ്മർ സീസണിൽ അതിൻ്റെ ഉണങ്ങിയ ഭാഗം സ്കിം ചെയ്യുക അല്ലെങ്കിൽ സ്കാൾപ്പ് ചെയ്യുക എന്ന് പറയും. സ്കിം ചെയ്തെടുക്കാം. ഉണങ്ങിയ ഭാഗം മാത്രം നമുക്ക് വാരിയെടുക്കാം. അതെത്രയുണ്ട് അതെടുത്തത് കൊണ്ട് ദോഷമില്ല. അതിനെ ബാർ സ്കിമ്മിങ് എന്നാണ് പറയുന്നത് ആ പ്രോസസ്സിന്. അപ്പോൾ ഒരു നദിയിൽ വേനൽക്കാലത്ത് ഉണങ്ങിയ മണൽ ശേഖരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ എവിടെയാണോ ഈർപ്പം കാണുന്നത് അവിടെ നിർത്തണം. കാരണം അതിനകത്ത് ഇൻഫോണ പല ജീവജാലങ്ങളോട് ജീവിക്കുന്നുണ്ട്, ബ്രീഡ് ചെയ്യുന്നുണ്ട്, സ്പാൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വെറ്റ്നസ് വരുന്ന സ്ഥലം നിർത്തിയിട്ട് ആ ഉണക്ക മണലെടുക്കുന്നതിനകത്ത് അതെത്ര ക്വാണ്ടിറ്റി ആണെന്ന് മെഷർ ചെയ്തിട്ട് എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതാണ് ലോകം അംഗീകരിച്ചിരിക്കുന്നത്. എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മൈനിങ്, ബാർ സ്കിമ്മിങ് എന്ന് പറയുന്നതിനകത്ത്. കേരളത്തിൻ്റെ ഭാവിക്ക് മുല്ലപ്പെരിയാറിൻ്റെ ബലക്ഷയം എത്രത്തോളം ഭീഷണിയാണ്? ഞാൻ ഒരു സങ്കീർണമായിട്ടുള്ളൊരു പ്രശ്നമാണ് അതിൽ. ഞാനൊരിക്കൽ പണ്ടൊരു ആർട്ടിക്കിൾ ഇതിനെപ്പറ്റി എഴുതിയിട്ടുമുണ്ട്. ഈ ഓരോ എൻജിനീയറിങ് സ്ട്രക്ചേഴ്സും ഒരു ആയുസ്സുണ്ട്. അപ്പോൾ ഒരു വീടിന് ഒരു 50 വർഷം, ഒരു 100 വർഷം എന്നുള്ള ആയുസ്. ഇനി ചരിത്രമായിട്ടിരിക്കുന്നതുണ്ട്. അവർ വളരെ കാര്യമായിട്ടെടുത്ത് ചരിത്രകാലത്തുള്ള സാധനങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അവർ മിക്കവാറും പാറ കൊണ്ടുണ്ടാക്കിയത്. എല്ലാ എൻജിനീയറിങ് സ്ട്രക്ചേഴ്സിനും ഒരു പ്രായമുണ്ട്. ആ പ്രായത്തിൽ നമുക്ക് വേണമെങ്കിൽ അതിന് നമുക്ക് പ്രായം കൂട്ടാം. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും പുതിയ ടെക്നോളജികൾ കൊണ്ടുവന്ന് പുതിയ സിമെൻറ്റിങ് മെറ്റീരിയലൊക്കെ ഇഞ്ചക്റ്റ് ചെയ്ത് അതിനെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുക ഭാരതത്തിൽ. കാര്യം ശാസ്ത്രത്തിൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ലല്ലോ. പക്ഷേ എന്നാലും എൻജിനീയറിങ് സ്ട്രക്ചേഴ്സിന് ഒരു പ്രായമുണ്ട്. ആ പ്രായം എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് മുല്ലപ്പെരിയാറൊക്കെ തന്നെ ആ പ്രായം കവിഞ്ഞിരിക്കുന്നൊരു കാലഘട്ടമാണ്, കഴിഞ്ഞു പോയിരിക്കുന്നൊരു കാലഘട്ടമാണ്. ഇപ്പോഴും ആ ശരീരത്തെ ശക്തിപ്പെടുത്താനായിട്ടുള്ള പോഷക അംശം കൊടുക്കുന്നത് പോലെ ഈ സിമൻറ്റോ മറ്റോ ഒക്കെ ഇഞ്ചക്റ്റ് ചെയ്ത് അതിനെ നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും അതൊരു പ്രായം കടന്നു പോയിട്ടുള്ള ഒരു സംവിധാനമാണ്. അതിനൊരു പകരം സംവിധാനം വരുന്നത് കേരളത്തിന് നല്ലതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അത് സംഭവിക്കുക. കാരണം അവർ കൃത്യമായി മോണിറ്റർ ചെയ്യുകയും അതിന് വേണ്ട ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളില്ല. പക്ഷേ എന്നാലും ദീർഘനാളത്തേക്ക് ദീർഘവീക്ഷണത്തോട് നോക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ആൾട്ടർനേറ്റ് സംവിധാനം നമ്മൾ ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നതാണ്. എല്ലാ ഡാമുകൾക്കും ഒരു പരിധിയുണ്ടല്ലോ, സിൽറ്റേഷൻ നടക്കുന്ന ഒരു പരിധിയുണ്ടല്ലോ. അതനുസരിച്ച് പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മുടെ 2018 പ്രളയത്തിൻ്റെ ഒരു ഗുണവശം എന്ന് പറയുന്നത് ഡാമുകളുടെ മാനേജ്മെൻറ്റ് ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഒരു മഴ പെയ്യുന്നതിന് മുമ്പ് ഏറ്റവും നല്ല വിജിലൻ്റാണ് അവരതിൽ. ഇപ്പോഴത്തെ ഈ പ്രളയം, ഇപ്പോൾ 2026 പ്രളയം ഉണ്ടായപ്പോൾ തന്നെ ഡാമുകളെല്ലാം എനിക്കൊന്ന് പകുതി നിറഞ്ഞിട്ട് പോലും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നു ഒരു പരിധി വരെ കൂടുതൽ. പക്ഷേ അവർ വളരെ ആ ഒരു ഡാം മാനേജ്മെൻറ്റ് കേരളത്തിൽ 2018 പ്രളയത്തിന് ശേഷം ഒരുപാട് മെച്ചപ്പെട്ടതെന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അതിൽ. എന്നാലും ഈ പറഞ്ഞതുപോലെ ഓരോ ഡാമുകൾക്കും ഒരു പരിധിയുണ്ട്, ഓരോ പ്രായമുണ്ട്. ആ പ്രായം കഴിയുമ്പോൾ നമ്മൾ പകരം സംവിധാനങ്ങളെപ്പറ്റി നമ്മൾ ആലോചിക്കുകയും അത് നടപ്പിൽ വരുത്തുകയും ചെയ്യേണ്ടത് അതത് കാലഘട്ടത്തെ ഗവൺമെൻറ്റിൻ്റെ ആവശ്യമാണ്. അതവരൊക്കെ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ സംവിധാനങ്ങളുണ്ടല്ലോ നമുക്ക്. ഈ അടുത്തൊരു 10 വർഷത്തിൽ എങ്ങനെയായിരിക്കും കേരളത്തിലൊരു കാലാവസ്ഥ അല്ലെങ്കിൽ മഴയുടെ ഒരു ലഭ്യതയൊക്കെ എങ്ങനെയായിരിക്കും മാറ്റം ഉണ്ടാവും? നമുക്ക് ഇപ്പോൾ ഈ മൊത്തം കാലാവസ്ഥയെ നിർണ്ണയിക്കുന്നത് ഒന്ന് ഈ ഭൂമിയുടെ ഒരു സൂര്യന് ചുറ്റും കറങ്ങുന്ന ഒരു കറക്കമുണ്ട്.
അതുപോലെ തന്നെ എൻറ്റയർ സോളാർ സിസ്റ്റം കറങ്ങുന്നതിൻ്റെ രീതികളുണ്ട്. അതുപോലെ ഭൂമി ഒരു പ്രത്യേക അച്ചുതണ്ടിലാണ് ഇരിക്കുന്നത്, ചരിഞ്ഞാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ ചരിഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒരു കറക്കമുണ്ടായിരുന്നില്ലേ, ഒന്ന് കറങ്ങുന്നത് ഒരു പൂർണ്ണതയുണ്ടാക്കി. ഇങ്ങനെ ഈ സെലസ്റ്റിയലായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് 20 വർഷത്തിൽ, 41 വർഷത്തിൽ, 100 വർഷത്തിൽ ഇങ്ങനെ പ്രത്യേക ഘട്ടങ്ങളിൽ ഒരുപാട് ഭൂമിയിൽ ക്ലൈമാറ്റ് ചേഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതൊരു വലിയ ഒരു രീതിയാണ്. അതിനെ നമുക്ക് മാറ്റിമറിക്കാൻ കഴിയില്ല. എന്നാൽ അതിന് പല പേരുകളുമുണ്ട്. ഹെൻറിച്ച് വെൻസ് എന്നൊക്കെ പറയുന്ന പല പേരുകളുമുണ്ട്. എന്നാൽ കഴിഞ്ഞ ഒരു ഇൻഡസ്ട്രിയലായി വ്യാവസായിക വിപ്ലവത്തിന് ശേഷം അന്തരീക്ഷത്തിലെ ഗ്രീൻ ഹൗസ് ഗ്യാസ്, പ്രത്യേകിച്ചും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ്, നമ്മൾ ഫോസിൽ ഫ്യൂവൽസിൻ്റെ അമിതമായ ഉപയോഗം മൂലം, കൽക്കരിയും അതുപോലെ പെട്രോളിയത്തിൻ്റെയും അമിതമായ ഉപയോഗം മൂലം പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസായ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് അന്തരീക്ഷത്തിൽ കൂടിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ പ്രത്യേകിച്ചും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഗ്ലോബൽ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കും, ഭൂമിക്ക് പനി പിടിക്കും. അപ്പോൾ ഗ്ലോബൽ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഇൻഡസ്ട്രിയലൈസിന് ശേഷം ഗ്ലോബൽ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഗ്ലോബൽ ടെമ്പറേച്ചർ കൂടിയാനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കേരളത്തിലെ അന്തരീക്ഷത്തിൻ്റെ താപനില കൂടിയാൽ ഈ ഒരു യൂണിറ്റ് വായുവിൽ അതിന് ഉൾക്കൊള്ളാനുള്ള നീരാവിയുടെ അളവ് വളരെ കൂടുതലായിരിക്കും. നീരാവി വളരെ കൂടുതൽ ഇതിനകത്ത് ചൂട് കൂടുന്നതനുസരിച്ചിട്ട് അന്തരീക്ഷത്തിൽ നീരാവി കൂടിക്കൊണ്ടിരിക്കുന്നത്. നല്ല ചൂട് സമയത്ത് എ സിയൊക്കെ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ എ സിയിൽ നിന്ന് വെള്ളം ധാരധാരയായിട്ട് അതിൻ്റെ വെളിയിലേക്ക് വീഴുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം അത്രമാത്രം വെള്ളത്തിന് ഈർപ്പം ഹെവിലി ലോഡഡാണ്, അന്തരീക്ഷം ഹെവിലി ലോഡഡാണ് വളരെ കൂടിയ സമയത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കടുത്ത ചൂടുള്ള സമയത്താണ് മൺസൂൺ വിൻഡ് വരുന്നുണ്ടെങ്കിൽ അത് ഹെവിലി ലോഡഡായിട്ടായിരിക്കും വരുന്നത്. അതാണ് നമ്മൾ ഈ പറയുന്ന സഹ്യപർവ്വതത്തിലേക്ക് വന്ന് തങ്ങി നിൽക്കുന്നത്. അതാണ് തുള്ളിക്കൊരുകിടം, അത് കണ്ടൻസ് ചെയ്യുമ്പോഴാണ് തുള്ളിക്കൊരുകിടം പോലെ ഇങ്ങനെ പെയ്ത് ഒഴുകി വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വരുന്ന ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം നമ്മളെ കാലാവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. ആ മാറ്റങ്ങൾ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റുന്നതല്ല. അത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും കൂടി നോക്കി ചെയ്താൽ ദീർഘകാല അടിസ്ഥാനത്തിൽ നമുക്ക് മാറ്റം വരുത്താനുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞത്. പക്ഷേ ഈ വരുന്ന കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ അവസ്ഥ എടുത്ത് നോക്കിയാൽ നമ്മൾ നേരത്തെ കണ്ടല്ലോ, നമ്മൾ ഓഖിക്ക് ശേഷം തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ പല ദുരന്തങ്ങൾ ഇങ്ങനെ വന്നു. അതിൻ്റെ ഫ്രീക്വൻസി നമ്മൾ XY ആക്സിസിൽ ഈ നമ്പർ ഓഫ് ഇൻസിഡൻസ് Y ആക്സിസിലും X ആക്സിസിൽ അതിൻ്റെ ഈ കാലയളവും കൂടെ ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അതിൻ്റെ ഫ്രീക്വൻസി കൂടി വരികയാണ് നമുക്കതിൽ. അതിനെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഈ വരുന്ന കാലഘട്ടങ്ങളിലും നമ്മൾ എക്സ്ട്രീം ഇവൻറ്റ്സ് കൂടുതലായിരിക്കും. ചിലപ്പോൾ മഴ അതിശക്തമായി പെയ്യുന്ന കാലഘട്ടങ്ങൾ, അല്ലെങ്കിൽ അതിശക്തമായിട്ട് ഡ്രോട്ട് കിട്ടുന്ന കാലഘട്ടങ്ങൾ, വരൾച്ച ഉണ്ടാകുന്ന കാലഘട്ടങ്ങൾ, ഇത് രണ്ടും മാറിയും തിരിഞ്ഞും വരാമെന്നാണ് പ്രിഡിക്ഷൻസ് വരുന്നത്. അപ്പോൾ ഇത് രണ്ട് വന്നാലും കേരളമാണ് ഇതിൻ്റെ കവാടത്തിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രത്യേക ഭൂപ്രകൃതിയും ഈ പ്രത്യേക ജിയോഗ്രഫിക്കലായിട്ടുള്ള സിറ്റുവേഷനുമുള്ള ഈ മൺസൂണിൻ്റെ കവാടത്തിലിരിക്കുന്ന ഒരുപാട് മനുഷ്യൻ്റെ ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കേരളത്തിൽ നമ്മൾ അതിനെപ്പറ്റി വിജിലൻ്റായേ പറ്റൂ. അതനുസരിച്ചിട്ടുള്ള രീതിയിലേക്കുള്ള നമ്മളെ ജീവിതക്രമം ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. സ്വസ്ഥമായിട്ടുള്ള നമുക്ക് മുന്നോട്ട് നീങ്ങാനായിട്ട്, മനുഷ്യൻ്റെ ആൾക്കാരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്കിതനുസരിച്ച് ജീവിച്ച് കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. അതിന് വേറെ മാറ്റങ്ങളൊന്നുമില്ല. നമ്മൾ മല ഏരിയയിലേക്ക് നമ്മൾ എടുത്ത് നോക്കണമെങ്കിൽ മലയുടെ മുകളിൽ മിക്കവാറും പാറ ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ അവിടെ ഒരു സോയിൽ തിക്നെസ് കാണാം, സോയിലിൻ്റെ ഒരു കണം, മണ്ണിൻ്റെ ഒരു കനം കാണും. അത് താഴോട്ട് വരുന്തോറും, അങ്ങനെ അടിവാരത്തേക്ക് വരുന്തോറും അതിൻ്റെ കനം കൂടി വരും. അടിവാരത്ത് ഏറ്റവും കനം കൂടി അങ്ങനെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ മണ്ണിനെ താങ്ങി നിർത്തുന്ന അടിവാരത്തിലെ കനം കൂടുതൽ കൊണ്ടാണ്. ഇതിനെ തുടർച്ചയായിട്ട് സോയിൽ കണ്ടിന്യൂം എന്ന് പറയും. സോയിലിൻ്റെ ഒരു തുടർച്ചയുണ്ട്, കനം കൂടി വന്ന് കൊണ്ടിരുത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ റോഡ് വെട്ടാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡ് വെട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഇനി ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനം, ഇപ്പോൾ ഈ മഴ പെയ്യുമ്പോൾ വെള്ളം ഈ പറഞ്ഞ സ്ഥലത്ത്, ഞാൻ പറഞ്ഞ സിനേറിയോയിൽ വെള്ളം വന്ന് വീഴുകയാണെങ്കിൽ കുറേ വെള്ളം ഇതിനകത്തേക്ക് കടക്കും, പെർക്കുലേറ്റ് ചെയ്തിട്ട് ഈ സോയിലൂടെ ചെന്ന് ട്രിക്കിൾ ചെയ്ത് അകത്തേക്ക് കടന്നിട്ട് കിനിഞ്ഞിറങ്ങി അതിൻ്റെ അടിയിലൊരു പാറയുണ്ട്. ഈ പാറ ഉള്ള അടുത്ത് അത് അപക്ഷയം സംഭവിച്ചിട്ട് ചൈന ക്ലേ പോലുള്ളൊരു ലെയർ കാണും.
സോയിലിൽ നിന്ന് നമ്മൾ മുകൾ ഭാഗത്ത് ആ മരങ്ങൾ നിൽക്കുന്നതിന് താഴോട്ട് പോകുകയാണെങ്കിൽ മണ്ണിൻ്റെ വിവിധ അടരുകൾ കഴിഞ്ഞിട്ട് അത് പാറയുമായിട്ട് ചേർന്ന് വരുന്ന സ്ഥലത്ത് ഒരു തരം വെളുത്ത ഒരു മെറ്റീരിയലായിരിക്കും കാണുന്നത്, അപക്ഷയം സംഭവിച്ചിരിക്കുന്നത്. അത് ചൈന ക്ലേ, കയോലൻറ്റ് ക്ലേ റിച്ച് ആയിട്ടുള്ള ഒരു ലെയർ ഇത് ഈ പാറയ്ക്കും മണ്ണിനും ഇടയിലുണ്ട്. ആ ഹൊറൈസൺ ഒരു സ്ലിപ്പറി ഹൊറൈസണാണ്. ആ ഹൊറൈസൻ്റെ വേറൊരു പ്രത്യേകത, അത് ഈർപ്പം കിട്ടിയാലും വെള്ളം കിട്ടിയാലും അത് എക്സ്പാൻഡ് ചെയ്യും, കുതിരും. പക്ഷേ ഉണക്ക സമയത്ത് അത് ഷ്രിങ്ക് ചെയ്യും, ചുരുങ്ങും, ഉപ്പുമാങ്ങ പോലെ ചുരുങ്ങുന്നത് പോലെ ചുരുങ്ങും. അത് മഴക്കാലത്ത് വികസിക്കും, ഇത് ചുരുങ്ങും. ഈ വികസനവും ചുരുങ്ങലും അടിയിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൽ. അപ്പോൾ തന്നെ സോയിൽ ഇങ്ങനെ ദുർബലമാകുന്നത് പ്രകൃതിയുടെ പ്രശ്നമാണ് അതിൽ. ഇനി ഇതൊരു സ്ലിപ്പറി സർഫസാണ്, അതുകൊണ്ട് തന്നെ തെന്നി മാറാനുള്ളൊരു ശേഷിയുമുണ്ട്. എന്നാലും ഈ സോയിലിൻ്റെ കനം താഴെ വന്ന് അതിൻ്റെ അടിവാരത്തിൽ വന്ന് ഇങ്ങനെ കനം കൂടി ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് അത് അവിടെ സ്ഥിരമായിരിക്കുന്നു. പ്രകൃതിയുടെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ വന്നിട്ടില്ലെങ്കിൽ അത് സ്ഥിരമായിട്ടിരിക്കും. ഇനി ഇവിടെ കൂടെ നമ്മളൊരു വിലങ്ങനെ റോഡ് വെട്ടുന്നെന്ന് പറഞ്ഞാൽ ഈ സോയിലിനെ നമ്മൾ മുറിക്കുകയാണ് ചെയ്യുന്നത്. ഈ സോയിലിൻ്റെ കണ്ടിന്യൂം നമ്മൾ ബ്രേക്ക് ചെയ്ത് കൊടുക്കും. ബ്രേക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകൾ വശത്തേക്ക് നമ്മൾ റോഡിൻ്റെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ സോയിൽ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. മനസ്സിലായില്ലേ കാര്യത്തിൽ? ആ കട്ട് ചെയ്ത് നിർത്തിയ സ്ഥലത്ത് വേണ്ട രീതിയിലെ സപ്പോർട്ട് എൻജിനീയറിംഗ് സംവിധാനങ്ങൾ കൊടുത്ത് നിർത്തിയിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ കട്ട് ചെയ്യുന്നത് എപ്പോഴാണ്, അപ്പോഴും തന്നെ ഏറ്റവും നല്ല എൻജിനീയറിംഗ് സ്ട്രക്ചേഴ്സ് കൊടുത്തിട്ട് ആ മുകളിലുള്ള മണ്ണിനെ അവിടെ തടഞ്ഞു നിർത്തണം. തടഞ്ഞു നിർത്തുമ്പോൾ ഒരു കാര്യം കൂടെ ആലോചിക്കണം, ഈ എൻജിനീയറിംഗ് സ്ട്രക്ചേഴ്സിനകത്ത് കുറേ ബ്രീത്തിങ് ഹോൾസ് ഇട്ടോളണം, സുഷിരങ്ങൾ. കാര്യം മഴക്കാലത്ത് വെള്ളം ഇറങ്ങുമ്പോൾ ആദ്യം വരുന്ന എയർ ആയിരിക്കും, ഈ മണ്ണിൻ്റെ മുകളിൽ നിന്ന് എയർ ആയിരിക്കും ഈ കൺസ്ട്രക്ഷനിൽ ഈ പറഞ്ഞ കോൺക്രീറ്റ് ഇട്ട സപ്പോർട്ടിംഗ് പ്രതലത്തിൽ വരുന്നത്. ആ തള്ളൽ കുറയ്ക്കാൻ വേണ്ടി ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് സുഷിരങ്ങൾ ഇട്ടോളണം. ഇപ്പം നിങ്ങൾ ആക്കുളത്തേക്ക് പോകണമെങ്കിൽ അവിടെ കുന്നിടിച്ചിട്ടുണ്ട്, പക്ഷേ ഒരുപാട് സുഷിരങ്ങൾ സൈഡിലിട്ടിട്ടുണ്ട്. അതിലൂടെ വെള്ളവും ഈ വായുവൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ബ്രീത്തിങ് ഹോൾസ് എന്ന് പറയുന്നത്. അത് സഫീഷ്യൻ്റായിട്ട് കൊടുക്കണം തരത്തിൽ, കൊടുത്തിട്ട് സപ്പോർട്ടിംഗ് സംവിധാനം കൊടുക്കണം. കൊടുത്തിട്ടില്ലെങ്കിൽ മഴക്കാലത്ത് ഈ മുകളിൽ നിൽക്കുന്ന മണ്ണിൽ പിടുത്തം ഈ പറയുന്ന എൻജിനീയറിംഗ് സ്ട്രക്ചർ കൊണ്ടാണ് സപ്പോർട്ട് കൊടുക്കേണ്ടത്. ഈ മണ്ണിൻ്റെ വെയിറ്റ് അങ്ങ് കൂടും, വെള്ളം കയറുന്നതനുസരിച്ചിട്ട് മാക്സിമം വെയിറ്റ്. നമ്മൾ നേരത്തെ ഡ്രൈ സോയിൽ ഇരുന്നതിൻ്റെ വെയിറ്റ് അല്ല ഇപ്പോൾ ഉള്ളത്. വെള്ളത്തിൻ്റെ എത്ര ലിറ്റർ വെള്ളമാണ് ഇതിനകത്തേക്ക് കടന്നിരിക്കുന്നത്, അതിൻ്റെ പോറോസിറ്റിക്ക് അനുസരിച്ചും ആ സോയിലിനകത്ത് കടന്നിരിക്കുന്നത് അത്രയും വെയിറ്റ് കൂടെ കൂടും. ഉയരത്തിലേക്കിരിക്കുന്ന മെറ്റീരിയൽ വെയിറ്റ് കൂടുതലാണെങ്കിൽ ഗ്രാവിറ്റി അതിനെ താഴോട്ട് വലിച്ചുകൊണ്ട്, എപ്പോഴും ഗ്രാവിറ്റി താഴോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. വെയിറ്റ് കൂടുതലാണെങ്കിൽ അതിനെ കൂടുതൽ വേഗതയിൽ ഗ്രാവിറ്റി താഴോട്ട് വലിച്ചുകൊണ്ടിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞാൽ പാറയ്ക്കും മണ്ണിനിടയിൽ ഒരു സ്ലിപ്പറി സർഫസ് ഉണ്ടല്ലോ, ആ സ്ലിപ്പറി സർഫസ് ഇതിനെ തെന്നിക്കാനായിട്ടുള്ളൊരു സംവിധാനം കൂടെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ പലപ്പോഴും റോഡ് കട്ട് ചെയ്യുമ്പോഴോ ഈ ഒരു എൻജിനീയറിംഗ് സ്ട്രക്ചർ കൊണ്ടുള്ള വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് പലപ്പോഴും കൊടുക്കാറില്ല. കള്ളാടിയിൽ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ ഈ മണ്ണിന് എനിക്ക് തോന്നുന്നത് സിമൻറ്റ് കൊണ്ട് സ്പ്രേ ചെയ്യുകയാണ്. അതിനകത്ത് ബ്രീത്തിങ് ഹോൾസും ഇല്ല, സഫീഷ്യൻ്റായി സോയിലിനെ സപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളുമില്ല. അപ്പോൾ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറുണ്ട് വെള്ളത്തിൻ്റെ, മണ്ണിൽ വെയിറ്റും ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറുണ്ട്, അതിന് കടന്നു പോകാനുള്ള സ്ഥലമില്ല. എല്ലാം കൂടെ കൊണ്ട് തെന്നി മാറിഞ്ഞ് കൊടുക്കുകയാണ് അതിൽ. അപ്പം നമ്മൾ ഈ സോയിലിൻ്റെ തുടർച്ച നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ റോഡ് കൺസ്ട്രക്ഷനോ മറ്റ് ഖനന പ്രവർത്തനങ്ങളോ വീട് വയ്ക്കാനുള്ള ലെവലിങ്ങോ ഒക്കെ നടത്തുമ്പോൾ ഈ സോയിലിൻ്റെ തുടർച്ചയുണ്ടെന്നും ആ തുടർച്ചയുടെ സപ്പോർട്ടിലാണ് അത് നിൽക്കുന്നതെന്നും മനസ്സിലാക്കിയിട്ട് വേണ്ട എൻജിനീയറിംഗ് സ്ട്രക്ചേഴ്സിൻ്റെ സപ്പോർട്ടോടുകൂടി അല്ല നമ്മൾ ആധുനിക എൻജിനീയറിംഗ് സ്ട്രക്ചേഴ്സിൻ്റെ സപ്പോർട്ടോടുകൂടി അല്ല ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കിത്തരും, അപകടങ്ങളുണ്ടാക്കിത്തരും, ദുരന്തങ്ങളുണ്ടാക്കിത്തരും. അതാണ് കേരളത്തിലെ പല ദുരന്തങ്ങൾക്കും, ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ദുരന്തങ്ങൾക്കും മനുഷ്യൻ്റെ ഇടപെടൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായിട്ടും പ്രകൃതിയുടെ പ്രതിഭാസങ്ങളുണ്ട്, പ്രകൃതിയുടെ പ്രശ്നങ്ങളുണ്ട്. മനുഷ്യൻ അതിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്നുണ്ട്, അതിൻ്റെ ആക്സിലറേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ഒരു കറ്റലിസ്റ്റായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് നമുക്ക് ഓരോ അപകടങ്ങളും നമുക്ക് കണ്ടെത്താൻ കഴിയും.